ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സഭയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഞങ്ങളെ ഫേസ്ബുക്കിൽ തിരയാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ സഭയുടെ അഡ്രസ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. വചനം കേൾക്കുന്നതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങളെ യൂട്യൂബിലാണ് കേൾക്കുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഇന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാൻ ഒരു നല്ല പിതാവാണ് എന്നുള്ളതാണ്. സ്വർഗീയപിതാവ് ആഗ്രഹിക്കുന്നു അവൻ നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന്. ഒരു സമയത്തെ കാര്യമാണ്. ഒരു സഭയിൽ ഒരു പാസ്റ്റർ അവരെന്നെ അവരുടെ സഭയിലേക്ക് വിളിച്ചു ഞായറാഴ്ച ഒരു മെസ്സേജ് നൽകുവാനായിട്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ ചെന്ന് അവരുമായി പങ്കുവയ്ക്കേണ്ടതെന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു സ്വപ്നം എനിക്ക് ലഭിച്ചു. ആ സ്വപ്നത്തിൽ ഞാൻ കാണുവാനിടയായി ഒരു റെക്കോർഡർ ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാമോ, നേരത്തെ സമയത്ത് അങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ റെക്കോർഡർ ഉണ്ടാവും. അതിൽ ഒരുപാട് ബട്ടണുകളുണ്ട്. നിങ്ങൾ ആ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അവിടെ പാട്ട് പ്ലേ ആകും. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇതേ രീതിയിലുള്ള ഒരു റെക്കോർഡർ അവിടെ കണ്ടു. ഞാൻ ആ റെക്കോർഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അതിലെ ബട്ടൺ ഞെക്കിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏത് പാട്ടായിരിക്കും അവിടെ കേട്ടത്? അവിടെ കേട്ട പാട്ട് ഞാൻ നല്ലൊരു പിതാവാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നി ചിലപ്പോൾ പിതാവ് എന്നോട് പറയുമായിരിക്കാം പുതിയ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുക. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഒരു നല്ല അടിസ്ഥാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് ഉണ്ടാക്കുന്നു. പക്ഷെ പിതാവ് ആഗ്രഹിക്കുന്നു ഈ ലാളിത്യം അവരിലേക്ക് എത്തിക്കണം. അവൻ നല്ലൊരു പിതാവാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഇതേ വിഷയം അവൻ തിരഞ്ഞെടുത്തത്? അവരോട് പറയുവാൻ വേണ്ടി ഞാൻ നല്ലൊരു പിതാവാണ് എന്ന് നീ എൻ്റെ ആളുകളോട് പറയുക എന്ന്. അത് ഇതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മക്കളുണ്ടാവാം. അവർക്ക് വിശ്വാസമില്ലായിരിക്കാം ദൈവം നല്ലവനാണ് എന്ന്. അവർ ദുഷ്ടനാൽ ധരിക്കപ്പെട്ടവരായിരിക്കാം. അവർക്ക് ഉറപ്പില്ലായിരിക്കാം സ്വർഗീയ പിതാവ് നല്ലവനാണ് എന്ന്. എനിക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വിവാഹത്തിന് ഞാൻ പോയി. അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു ആചാരമുണ്ട്. അവിടെ വാഗ്ദത്തങ്ങൾ പറയും. ഒരാൾക്ക് വാക്ക് കൊടുക്കും. അവിടെ ഭർത്താവ് ഈ കാര്യം അവിടെ പറയുകയാണ്, നീ എന്നെ നല്ലതായിട്ട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, എത്ര നല്ല കാര്യമാണ് ഇത് പറയുവാൻ വേണ്ടി. അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്നപ്പോൾ, ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് ഈ ശബ്ദം കേൾക്കുകയാണ്. പിതാവ് എന്നോട് പറയുകയാണ്, നന്ദി, നീ എന്നെ ഇത്ര നല്ലവനായിട്ട് കാണിച്ചതിന്. ഈ ശബ്ദം ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. പിതാവ് എന്നോട് നന്ദി പറയുന്നു അവന് നല്ലവനായിട്ട് കാണിച്ചതിന്. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നത്? ഇത് പറയുവാനാണ്. സ്വർഗീയ പിതാവ് നല്ലവനാണ്, അവൻ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും നമുക്ക് വേണ്ടി ക്രൂശിൽ പോയതും അവൻ അടക്കപ്പെട്ടതും. നിങ്ങൾക്കറിയാമോ ഇതെല്ലാം എന്താണ് കാണിക്കുന്നതെന്ന്? ഇതെല്ലാം കാണിക്കുന്നത് സ്വർഗീയ പിതാവ് നന്മ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ചില വചനങ്ങൾ നമുക്ക് വായിക്കാം മുന്നോട്ട്. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ എല്ലാ വചനങ്ങളും ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത് നടന്നില്ല എങ്കിൽ അടുത്ത ഞായറാഴ്ച അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം, അതിൽ നിന്ന് നമുക്ക് വായിക്കാം. വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സൃഷ്ടിയെ നോക്കാം. സൃഷ്ടിയുടെ ഉൽപ്പത്തിയിൽ നമുക്കറിയാം, സ്വർഗീയ പിതാവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏതൊക്കെ ജീവജന്തുക്കളുണ്ടോ, വെള്ളത്തിൽ സഞ്ചരിക്കുന്നതും ജന്തുക്കളും പക്ഷികളെയും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവൻ ആദത്തെ അവിടെ ഏദം തോട്ടത്തിൽ ഉണ്ടാക്കുവാനിടയായി. അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലേക്കാണ് ആദമിനെ കൊണ്ടുവന്നത്. നമുക്കറിയാം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം അവന് കൽപ്പന കൊടുത്തു. എന്തുകൊണ്ടാണ് അവനോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്? അവനോട് പറഞ്ഞു, എന്ന് നീ അത് ഭക്ഷിക്കുന്നു അന്ന് തീർച്ചയായും നീ മരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആദമിനെ സൃഷ്ടിച്ചത് അവൻ എന്നേക്കും ജീവിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗീയ പിതാവ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനുശേഷം അവൻ പറഞ്ഞു നല്ലത് എന്ന് കണ്ടു. അത് ആകാശമാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും ഏതൊക്കെ ജീവജന്തുക്കളാണെങ്കിലും അവൻ പറഞ്ഞു നല്ലത്. നമ്മൾ ഈ വാക്കിനെ ഹീബ്രുവിലും ഗ്രീക്കിലും ഇതിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ അർത്ഥം ഇന്നത്തെ സമയത്ത് നമ്മൾ നല്ലത് എന്ന് പറയുന്ന അതേ നല്ലത് എന്നുള്ള വാക്കല്ല സ്വർഗീയ പിതാവിൻ്റെ കണ്ണിൽ.
അതുകൊണ്ട് നമുക്ക് വേണ്ടിയും നന്മ ഇതാണ്, നല്ലത് ഇതാണ്. പിതാവ് എന്തിനെയാണോ നല്ലത് എന്ന് പറയുന്നത് അതാണ് നല്ലത്. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് നേരെ അവന് കൽപ്പന കൊടുത്തത്, ഈ ഫലം ഭക്ഷിക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സ്വർഗീയ പിതാവ് ഇത് അരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല ആദം ഇങ്ങനെയുള്ള ചിന്തയിൽ ഉണരണമെന്ന്. അവന് വേണ്ടി എന്താണ് നല്ലത് എന്നും തെറ്റ് എന്നും ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സ്വർഗീയ പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല ആദം നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിവ് വെക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഫലം മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടെന്നാൽ പിന്നെ എല്ലാം നല്ലതിൻ്റെയും തെറ്റിൻ്റെയും അധിഷ്ഠിതമായിട്ട് സഞ്ചരിക്കും. എനിക്ക് അതേ രീതിയിൽ നിങ്ങളുമായി ന്യായം നടത്തേണ്ടി വരും. അതുകൊണ്ട് ആദം ആ ചക്രത്തിൽ വീണു പോവുകയാണ്. സാത്താൻ അവൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആദ്യം സ്വർഗീയ പിതാവിൻ്റെ ചിത്രം അത് നശിപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവിലൂടെ കൽപ്പന കൊടുത്തു ആദത്തിന്, നീ ഈ ഫലം ഭക്ഷിച്ചാൽ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് മരണം മാത്രമായിരിക്കും. അവൻ പറഞ്ഞു, അതല്ലാതെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ഭക്ഷിക്കാൻ സാധിക്കും. സാത്താൻ വന്നിട്ട് ഹവ്വയുടെ അടുത്ത്, സാത്താൻ പല പേരിൽ അറിയപ്പെടുന്നവനാണ് ബൈബിളിൽ. യേശു ക്രിസ്തു അവനെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവനെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനുമാണ് കള്ളൻ വരുന്നത്. അങ്ങനെയും പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നന്മയുടെ ഒരു സുവിശേഷമല്ല അറിയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്ദിക്കുന്നവൻ. അവൻ അങ്ങനെ ഒരാളാണ്, തെറ്റായ ചിത്രം മുന്നോട്ട് കൊണ്ടുവരുന്നവനാണ്. എന്താണ് സാത്താൻ ഹവ്വയുടെ അടുത്ത് എന്നിട്ട് കൊണ്ടുവന്നത്? എന്താണ് പറയുന്നത്? ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന്? പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ ഫലം ഇത് തെറ്റല്ല, ഇത് നല്ലതാണ്. അത് എന്തിനെയാണ് സ്വർഗീയ പിതാവ് തെറ്റെന്ന് പറഞ്ഞത്? അതിനെ നല്ലതാക്കി കാണിക്കുന്നു. അത് പിതാവിൻ്റെ ഒരു തെറ്റായ ചിത്രത്തെ അവിടെ കൊണ്ടുവരികയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആദമും ഹവ്വയും ആ തെറ്റായ ചിത്രത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പാപം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇതിനു മുമ്പ് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അവൻ ചെയ്യുന്നത് സ്വർഗീയ പിതാവിൻ്റെ ചിത്രം നിങ്ങളുടെ മുന്നിൽ അവൻ അത് തെറ്റാക്കി കാണിക്കും. അവൻ എന്താണ് ചെയ്യുന്നത്? എന്നാൽ നമ്മുടെ ചിന്തയിൽ ഒരു നല്ല പിതാവിൻ്റെ ചിത്രത്തെ അവൻ തെറ്റായി കാണിക്കും. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുകയാണ്, ഹവ്വയും ആ ഫലം നോക്കിയപ്പോൾ അവൾ കണ്ടു അത് ഭക്ഷിപ്പാൻ നല്ലതാണ്. ആ ഫലം ഭക്ഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? മുഴുവൻ സൃഷ്ടിയും മാനവജാതി മുഴുവനും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തിൽ വീണുപോയി. ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി സാത്താൻ ചെയ്തത് എന്താണ്? ആ പിതാവിൻ്റെ ചിത്രം അവൻ്റെ മകൻ്റെ കണ്ണിന് മുമ്പിൽ അത് തെറ്റായി ചിത്രീകരിക്കുകയാണ്. നല്ലതിനെ തെറ്റായ രീതിയിൽ അവനെ കാണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ അറിവ് ഉപയോഗിക്കാതെ, എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവ് അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം അതനുസരിക്കുക. അതാണ് ഒരു പുത്രന്റെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ആദം പാപം ചെയ്തപ്പോൾ ആ ഫലം ഭക്ഷിച്ചതിലൂടെ അവന് വേണ്ടി, അവൻ്റെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുവാൻ തുടങ്ങി. പിതാവ് എനിക്ക് വേണ്ടി ഭാവി ഒരുക്കിയിരിക്കുന്നു, അല്ല എനിക്ക് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുക, എൻ്റെ ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ആ വ്യാജം വിതയ്ക്കപ്പെടുകയാണ് അവൻ്റെ പ്രാണനിൽ. അതിതായിരുന്നു സ്വർഗീയ പിതാവ് ഒരു നല്ലത് ഇപ്പോഴും അവനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതുമ്പോൾ തെറ്റായുള്ളതിനെ ആളുകൾ നല്ലത് എന്ന് പറയുന്നു. അതുകൊണ്ട് വളരെ ആവശ്യമാണ് നമ്മൾ പിതാവിൻ്റെ കണ്ണിലൂടെ നമ്മൾ അറിയണം എന്താണ് നല്ലത് എന്നും, നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയണം ഇത് നല്ലത് എന്നും ഇത് തെറ്റാണ് എന്നും. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് എന്നേക്കും ജീവിക്കുക എന്നുള്ളതല്ല, പക്ഷെ നിത്യജീവൻ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ സ്വർഗീയ പിതാവിനെ അറിയുക എന്നുള്ളതാണ്. എത്രയധികം നിങ്ങൾ പിതാവിനെ അറിയുന്നുവോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്താണ് അവനിൽ നിന്നുള്ളത് എന്നും അല്ല എന്നും. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഏതാണ് പിതാവിൽ നിന്നുള്ളത് എന്നും, എന്താണ് തന്നിരിക്കുന്നത് എന്തല്ലാത്തത് എന്നും. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. അധികമായി സത്യത്തിന്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം മുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായതുകൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഇവിടെ നോക്കുക, യേശു എങ്ങനെയാണ് സാത്താനെ കുറിച്ച് പറയുന്നത്? അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആകുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. നിങ്ങൾക്കറിയാമോ സാത്താൻ എന്താണ് ചെയ്തത്? ആദമിൻ്റെയും ഹവ്വയുടെയും അടുത്ത് വന്നപ്പോൾ അവൻ ആ വ്യാജത്തെ കൊണ്ടുവന്നു. ആ ബന്ധത്തിൽ പ്രശ്നം കൊണ്ടുവരികയാണ്.
അതിലൂടെ സ്വർഗീയ പിതാവുമായിനോട് ദേഷ്യം തോന്നുന്നത്. അതേ അനുഭവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നമുക്ക് സ്വർഗീയ പിതാവിനോട് നമുക്ക് ദേഷ്യം തോന്നുന്നത്, പക്ഷെ ഒരു അറിവുള്ള പുത്രൻ അറിയുന്നു, അവനറിയാം അവനും പിതാവും ഒന്നാണെന്ന്. അതുകൊണ്ടാണ് ആ വ്യത്യാസം ഉൽപ്പത്തിയിൽ നടന്നത്. യേശു ക്രിസ്തു ആ ഏകതയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. എല്ലാ മേഖലയിലും നമ്മൾ ഏറ്റു പറയാറുണ്ട്, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ എല്ലാ വ്യാജത്തിന്റെ വിത്തുകളെയും ആ വ്യത്യാസം കൊണ്ടുവന്നതിനെ എടുത്തു കളയുകയാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ വ്യാജം പറയുമ്പോൾ അവന്റെ സ്വയമായതിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതെന്ത്? ദൈവത്തിൽ നിന്നുള്ളത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള കാര്യം ഇതാണിത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന്. അതുകൊണ്ട് യേശുക്രിസ്തു വചനത്തിൽ ഇത് എഴുതിയിരിക്കുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ്റേതായിട്ടുള്ളത്, അവൻ്റെ ശബ്ദം, അവൻ്റെ വാക്കുകൾ കേൾക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. നമ്മൾ എന്താണ് കണ്ടത്? യേശുക്രിസ്തു സാത്താനെ ഭോഷ്ക് പറയുന്നവനെന്നും കൊലപാതകി എന്നും പറയുകയാണ്. അവൻ നിങ്ങളോട് വ്യാജം പറയുകയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ സത്യത്തിന്റെ കാര്യങ്ങൾ നിങ്ങളോട് അവൻ പറയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ സത്യമാണ്, സാത്താൻ ഭോഷ്ക് പറയുന്നവനാണ്. നിങ്ങൾ ആരുടെ വാക്കാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എങ്ങനെയാണ് ഉൽപ്പത്തിയുടെ സമയത്ത് ആദം ആ പാപത്തിൽ വീണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവൻ സാത്താന്റെ വാക്ക് കേട്ടിരുന്നില്ല എങ്കിൽ അവന്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നു? അത് കേട്ടതിലൂടെ, ഏറ്റവും ആദ്യം ആ വ്യാജം കേട്ടു, പിന്നെയാണ് പ്രവൃത്തി തന്നത്. അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് അവകാശം പ്രാപിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ആ സത്യവചനം കേൾക്കുന്നതിലൂടെ. ആ സത്യത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ ആ എല്ലാം നമ്മളോട് കൂടെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്നലെ നീതിയെക്കുറിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഴയ നിയമത്തിലും ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യം സ്വർഗീയപിതാവിനെ കാണിച്ചു. വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് ഇതാണ് ലാളിത്യം. സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു അവൻ നമുക്ക് നന്മ ചെയ്യണമെന്ന്, അത് നമ്മുടെ സന്തോഷം അവനിൽ പൂർണ്ണമാകണമെന്ന്. അവൻ നഷ്ടപ്പെട്ട പുത്രന്മാരെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക്, ഭവനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? ആ ബന്ധത്തിന് വേണ്ടി, ഉത്സവം ആഘോഷിക്കുവാൻ വേണ്ടി. സ്വർഗീയ പിതാവ് എന്നെയും നിങ്ങളെയും ആ ഉത്സവത്തെ പോലെ ആഘോഷിക്കുവാനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു സന്തതിയും കുടുംബത്തിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് മുഴുവൻ സ്നേഹവും കൊടുക്കുകയാണ്. അതുപോലെയാണ് ഞാനും നിങ്ങളും. ആ പ്രിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പ്രേമം പകരുവാൻ, സ്നേഹം പകരുവാൻ നിർമ്മിക്കപ്പെട്ടവരാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. വെളിപ്പാട് 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പിന്നെ കണ്ടതുമല്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ, ഈ വാക്ക് പിശാച് എന്നുള്ളത് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ വാക്ക് ഡയബ്ലോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം നിന്ദിക്കുന്നവൻ അല്ലെങ്കിൽ തെറ്റായ ചിത്രം കൊണ്ടുവരുന്നവൻ എന്നാണ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ തെറ്റിച്ചു കളയുക എന്നുള്ള വാക്ക് അതിൻ്റെ ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം ഒരാളെ തെറ്റായ വഴി കാണിച്ചു കൊടുക്കുന്നവൻ, അല്ലെ അവരെ വഴി തെറ്റിപ്പിച്ചു വിടുന്നവൻ. സാത്താൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ശരിയായ വഴിയിൽ നടക്കുകയാണ് എങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ നമ്മുടെ വഴി തെറ്റിച്ച് കളയും, നമ്മൾ തെറ്റായ വഴിയിൽ പോകാൻ വേണ്ടി. അവൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത്? അവൻ നുണ പറഞ്ഞ്, വ്യാജം പറഞ്ഞാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവൻ. അതിൻ്റെ അർത്ഥം അവൻ വ്യാജം പറഞ്ഞ് മുഴുവൻ ലോകത്തെയും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വീണ്ടും ജനനം നടന്നപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ആ സത്യത്തിൻ്റെ ആത്മാവിലൂടെ. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി, ആ സത്യം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, അത് കേൾക്കുക, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. സമർപ്പിക്കുകയാണ് ആ സത്യത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്. പിന്നെ ആ എല്ലാ അവകാശങ്ങളും നമുക്ക് നമ്മുടെ പക്കൽ കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ ഇത് സാത്താനെ കുറിച്ചാണ് പറയുന്നത്, കുറ്റം ചുമത്തുന്നവൻ അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു.
മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നിങ്ങൾക്കറിയാമോ, ആദമും ഹവ്വയേയും ദൈവം സൃഷ്ടിച്ചപ്പോൾ, അവർ ആ ഫലം ഭക്ഷിച്ചപ്പോൾ മുഴുവൻ മാനവരാശിയും ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തിലകപ്പെട്ടു. ഒരു കർമ്മത്തിൻ്റെ ചക്രത്തിൽ അകപ്പെട്ടു പോയി. എവിടെയെങ്കിലും ന്യായപ്രമാണമുണ്ട് എങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങളുടെ മേൽ കുറ്റം നടത്തുവാൻ സാധിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം തന്നതുപോലെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത്. നിങ്ങൾ 7 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ പോലീസ് നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളോട് പറയും നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന്. എന്തുകൊണ്ടെന്നാൽ ഒരു നിയമമുണ്ട്, നിങ്ങൾ 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്ന്. സാത്താനും ഇതേ രീതിയിലാണ് ന്യായപ്രമാണം ഉപയോഗിച്ച് നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നത്. നോക്കുക, ഈ വ്യക്തിയെ നോക്കുക, വചനത്തിൽ എഴുതിയിരിക്കുകയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന്. പക്ഷേ ഈ വ്യക്തിയെ നോക്കൂ, യേശുക്രിസ്തു പറഞ്ഞു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. ഞാനും നിങ്ങളും എങ്ങനെയാണ് ജയാളികളാകുന്നത്? ആ എല്ലാ സാത്താൻ ചുമത്തുന്ന കുറ്റങ്ങളുടെ മുകളിൽ നോക്കുക. ഇന്നലെ നിങ്ങൾ ദേഷ്യത്തിൽ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് എന്താണ് പറഞ്ഞത്? ഇപ്പോഴെന്താണ് വരാൻ പോകുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇവിടെ നോക്കൂ, നിങ്ങൾ തെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുന്നത്? ഈ എല്ലാ കുറ്റങ്ങളും ഇതിലെങ്ങനെയാണ് നമ്മൾ ജയാളികളാകുന്നത്? ആ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ നിലനിൽക്കുമ്പോൾ, എന്നിട്ട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നീതിയാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെയല്ല, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിലൂടെ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ മുഴുവൻ വിലയും യേശുക്രിസ്തു അവൻ്റെ രക്തത്തിലൂടെ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, എപ്പോഴൊക്കെ ആ കുറ്റം ചുമത്തുന്നവൻ വരുന്നുവോ, തന്നെത്താൻ ദൈവത്തിൻ്റെ അറിവിനെ കഴിഞ്ഞും മുകളിൽ കാണുന്നവൻ, ആ കാര്യം, ആ സത്യം പിതാവ് നമ്മളെക്കുറിച്ച് പറഞ്ഞത്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനങ്ങളും അത് സത്യമാണ്. അതുകൊണ്ട് എന്ത് വന്നാലും തന്നെത്താൻ ആ സത്യത്തെ കഴിഞ്ഞ് വലുതായി കാണിക്കുന്നത് അത് വ്യാജമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള ചിന്തകളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു ചിന്ത എന്നോട് വന്ന് പറയുകയാണ്, പ്രിയ നിനക്ക് രോഗമുണ്ടോ എന്ന്. അതിനെ ഞാൻ പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല. ഞാൻ ആ ചിന്തയെ ക്രിസ്തുവിനോടുള്ള അറിവിനായി പിടിച്ചടക്കി. ഇതിനെ ഞാൻ സത്യത്തിന് മുകളിൽ വളരുവാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ അവകാശങ്ങൾ നിങ്ങളോട് കൂടെ വന്നുകൊണ്ടേയിരിക്കും. മുന്നോട്ട് നമുക്ക് നോക്കാം. സാത്താൻ എന്ന വാക്ക് നമ്മൾ വായിച്ചത്, അതിൻ്റെ ഗ്രീക്കിലുള്ള വാക്ക് ഡയബലോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വായിക്കാം. ഡയബലോസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. കുറ്റം ചുമത്തുന്നവൻ, നിന്ദിക്കുന്നവൻ, അപവാദം പരത്തുന്നവൻ. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ സമയത്ത് ആളുകൾ കോർട്ടിൽ കേസ് കൊടുക്കാറുണ്ട് അപവാദം പരത്തുന്നതിന് വേണ്ടി. ഞാൻ ചെയ്യാത്ത പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ ചിത്രം തെറ്റായി കാണിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടത്, നന്ദി എന്നെ ഇത്ര നല്ലവനായി നീ കാണിച്ചതിന്. യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ആ പിതാവിൻ്റെ ചിത്രം സാത്താൻ നശിപ്പിച്ചത്, അതിനെ അവൻ വൃത്തിയാക്കുകയാണ്. പലപ്പോഴും സാത്താൻ പുൾപിറ്റ് വരെ ഉപയോഗിച്ചു സ്വർഗീയ പിതാവിൻ്റെ ചിത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി. നമ്മുടെ സ്വർഗീയ പിതാവ് നല്ല പിതാവാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഴുതിയിരിക്കുകയാണ്, വ്യാജമായ ആരോപണം നടത്തുന്നവൻ, താഴ്ത്തി കെട്ടുന്നവൻ, നമ്മുടെ പ്രാണനിൽ മുറിവുണ്ടാക്കുവാൻ വേണ്ടി അന്യായമായി നിന്ദിക്കുന്നവൻ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആ ബന്ധത്തിൽ വിടവുണ്ടാക്കുവാൻ വേണ്ടി. സ്വർഗീയ പിതാവ് ആദമിനെ സൃഷ്ടിച്ചു, എന്നിട്ട് പറഞ്ഞു ഈ ഫലം മാത്രം ഭക്ഷിക്കരുത്. ഏറ്റവും ആദ്യം അവൻ എന്താണ് വന്ന് ചെയ്യുന്നത്? സ്വർഗീയ പിതാവിൻ്റെ ചിത്രം അവൻ്റെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വ്യാജം പറഞ്ഞിട്ട്. അതുകൊണ്ട് ആദമിന് തോന്നുകയാണ് സ്വർഗീയ പിതാവ് അവൻ്റെ സൈഡിലല്ല എന്ന്. അപ്പോഴാണ് അവൻ പാപം ചെയ്യുന്നത്. അവിടെ സാത്താൻ്റെ ശബ്ദത്തെ അവൻ കേൾക്കുകയാണ്. സാത്താൻ്റെ വേറൊരു വാക്കിന് ഒരർത്ഥമുണ്ട്, പിറകിൽ കുറ്റം പറയുക, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പുറകിൽ നിന്ന് അവൻ ആരോപണം ഉന്നയിക്കുക. അതുകൊണ്ട് സഭയിൽ ആരും പുറകിൽ നിന്ന് ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ അത് അവിടെ നിർത്തും. ആരും ആരുടെയും കുറ്റം പറയുകയില്ല പുറകിൽ നിന്ന്. എന്തുകൊണ്ടെന്നാൽ സാത്താൻ്റെ രാജ്യത്തെ കാര്യമാണ് അത്. നമ്മൾ ഇവിടെ ചെയ്യുകയില്ല. കുറ്റം ചുമത്തുന്നവൻ, പുറകിൽ നിന്ന് ആരോപണം ഉന്നയിക്കുന്നവൻ, അവൻ അങ്ങനെ ആരോപണം ഉന്നയിച്ച് ആരോപണം മൂലം ആ വ്യക്തി വീണു പോകുവാനിടയാകും. ആരുടെയെങ്കിലും സ്വഭാവ ദൂഷ്യമായ പറയുക. നമ്മളിവിടെ വായിച്ചു, സാത്താൻ എന്ന വാക്കിൻ്റെ ഗ്രീക്കിൽ ഡയബലിയോസിൻ്റെ പല പല അർത്ഥങ്ങളുണ്ട്. നിന്ദിക്കുന്നവൻ, കുറ്റം ചുമത്തുന്നവൻ, സ്വർഗീയ പിതാവിൻ്റെ തെറ്റായ ചിത്രം കൊണ്ടുവരുന്നവൻ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില ആളുകൾ എനിക്ക് എഴുതി, എപ്പോഴൊക്കെ ഞാൻ അവരുടെ മെസ്സേജുകൾ വായിക്കുമോ, അവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ ഞാൻ ഇത് നോക്കും, ആ വ്യാജത്തെ അവർ വിശ്വസിച്ചുവോ, പിതാവിനെ കുറിച്ചുള്ളതിനെ. അത് എന്തുകൊണ്ടെന്നാൽ ഒരു തെറ്റായ ചിത്രത്തിലൂടെ സ്വർഗീയ പിതാവിനെ അവർ കാണുമ്പോൾ
അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കുക. എന്തുകൊണ്ടെന്നാൽ ആ എല്ലാ വ്യാജങ്ങളും പിതാവിനെ കുറിച്ചുള്ളത് പറഞ്ഞിരിക്കുന്ന വിത്തുകൾ സത്യത്തിലൂടെ നിങ്ങൾ അവകാശം പ്രാപിക്കുവാൻ വേണ്ടി അത് പുറത്തു കളയുവാൻ. അവൻ നല്ല പിതാവാണ്, അവൻ നിങ്ങളെ കേൾക്കും. നിങ്ങൾ അവനെ വിശ്വസിക്കുക. നിങ്ങൾ പറയുകയാണ്, ഒരു തെറ്റായ ശാപം എൻ്റെ മുകളിലുണ്ട്, ഞാൻ ശരിയല്ലാത്ത സമയത്തോടെയാണ് പോകുന്നത്, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് ആ വ്യക്തി അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു? നിങ്ങൾ അത്ര അടിസ്ഥാനമില്ലാത്തടത്താണോ നിങ്ങൾ നിൽക്കുന്നത്? ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ആ വ്യക്തി എന്താണ് പറഞ്ഞതിൽ വിശ്വസിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്ര ബലമില്ലാത്ത അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത്? നിങ്ങൾ ഇതിൽ മാത്രം വിശ്വസിക്കുക, സ്വർഗീയ പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അവിടെ ആളുകൾ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. വചനമാണ് സത്യം. ആളുകൾ പറയാറുണ്ട്, തലമുറകളായി ശാപം വരുന്നു. ഞാൻ പറയുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിന്? ഇന്ന് നിങ്ങളുടെ മേലൊരു ശാപവും വരാതിരിക്കുവാൻ വേണ്ടി. നിങ്ങളുടെ രക്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സത്യത്തിലൂടെ നിങ്ങൾ സ്വതന്ത്രരാകുകയാണ്. സത്യത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗീയ പിതാവിൻ്റെ തെറ്റായ ചിത്രം സാത്താൻ ഇട്ടത്, ആ സത്യത്തിൽ നിങ്ങൾ ഉണരുകയാണ്. സ്വർഗീയ പിതാവ് നല്ലവനാണ്. നിങ്ങൾ ആ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വർഗീയ പിതാവ് നല്ലവനാണ് എന്നുള്ളതിൽ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിനെ കുറ്റം വിധിക്കാനല്ല പറഞ്ഞത്. ഏത് നിമിഷം ആദം പാപം ചെയ്തവൻ മുന്നമേ കുറ്റത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു. ആ മനസ്സ് മാറ്റുവാനാണ് യേശു ക്രിസ്തു വന്നത്. ഇവിടെ നോക്കുക, ഞാൻ ഈ ചിത്രത്തെ ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ വരയ്ക്കുകയാണ്. നമുക്കറിയാം 2 മേഖലയുണ്ട്. ഇവിടെ ആദമിൻ്റെ മേഖലയാണ്, ഇവിടെ ഒരു വാതിലാണ്. ആരെയാണ് വാതിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു, അവൻ വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് പോകാൻ സാധിക്കുന്നത്? എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിലുള്ളവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇപ്പോൾ ക്രൂശ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ വിശ്വാസം ആണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ യേശു ക്രിസ്തുവാണ് എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തു വാതിലാകുന്നു. ഇവിടെ ആദമിനെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് നിമിഷം ആദം പാപം ചെയ്തോ അവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ വീണുപോയി. അതിൻ്റെ അർത്ഥം അവൻ നന്മ ചെയ്താലും തെറ്റ് ചെയ്താലും അതിൻ്റെ ഫലം അത് മരണം മാത്രമായിരിക്കും. പക്ഷെ ഞാനും നിങ്ങളും ആ ജീവൻ്റെ നിയമത്തിന് കീഴിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെയുള്ള പുത്രൻ, ഈ മേഖല എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിലാണ്. ഇവിടെ ഞാനും നിങ്ങളും പിതൃത്വത്തിലാണ്. ഇപ്പുറത്ത് ആദമിൻ്റെ മേഖലയിൽ ഞാനും നിങ്ങളും അവിടെ അനാഥരായിരുന്നു. ആരാണ് ഈ മേഖലയിൽ വാഴുന്നത്? അത് സാത്താനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വെളിച്ചത്തിൻ്റെ മേഖലയാണ്. ആദമിൻ്റെ മേഖലയിൽ അന്ധകാരമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതായി തീരണം, നിങ്ങൾ അറിയണം സ്വർഗീയ പിതാവ് എത്ര നല്ലവനാണെന്ന്. ആദമിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് കോപത്തിൻ്റെ സന്തതികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും സമാധാനത്തിൻ്റെ സന്തതികളാണ്. ഞാനും നിങ്ങളും വിശ്രമത്തിലാണ്, ഞാനും നിങ്ങളും സമാധാനത്തിലാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ കോപത്തിൻ്റെ സന്തതികളല്ല. ആദമിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ന്യായവിധിയുണ്ട്. ഇവിടെ യേശു ക്രിസ്തുവിൽ നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ ഒരു മേഖലയിൽ നിന്ന് ഞാനും നിങ്ങളും വന്നു. യേശു ക്രിസ്തുവിലൂടെ, അവനിൽ വിശ്വസിച്ചതിലൂടെ നമ്മൾ ആ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് സ്വർഗീയ പിതാവ് നമ്മളെ കൊണ്ടുവരികയാണ്. അവിടെ അവൻ നമുക്ക് വേണ്ടി എല്ലാ നന്മയും ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മുടെ മുഴുവൻ ജീവിതം പൂർത്തീകരിക്കപ്പെട്ട ഒരു കാര്യത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എനിക്ക് വേണ്ടി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിക്കുകയാണ് വിശ്രമത്തിൽ നിലനിൽക്കാൻ. എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ ജീവിതവും ആ പ്രവൃത്തിയിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് ഋഷി സാക്ഷ്യം പറഞ്ഞു, അവൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നമേ അവൻ എങ്ങനെയായിരുന്നു, എന്നിട്ടും അവൻ്റെ നന്മ അനുഭവിക്കുകയായിരുന്നുവെന്ന്. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് ഈ ലോകത്തിൻ്റെ സമയത്തിനനുസരിച്ച് അധിഷ്ഠിതമല്ല. അവൻ അതിനെ കഴിഞ്ഞ് മുകളിലാണ്. അവൻ നിങ്ങളുടെ ആദ്യവും അന്ത്യവും അവൻ അറിയുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പുത്രന്മാർ നിങ്ങളുടെ വഴിയിൽ വരുമ്പോൾ അവർ മുന്നമേ തന്നെ അവരെ അവിടെ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാണുകയാണ്, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകൾ സഭയിൽ വന്നത്, ഒരു സമയത്ത് എൻ്റെ ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടുമുട്ടി. ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഞാൻ അവരെ കണ്ടത്. ഞാനിപ്പോൾ അവരെ നോക്കുമ്പോൾ ബിലവഡ് സഭയിൽ അവർ വളരെ മഹത്വകരമായ ഒരു സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? സ്വർഗീയ പിതാവ് പറഞ്ഞു, ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ സ്വർഗീയ പിതാവ് എൻ്റെ ജീവിതം അവൻ മനോഹരമായി അവൻ രചിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് നിങ്ങളുടെയും. നമ്മൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ, നമ്മൾ വിശ്രമിക്കാൻ പഠിക്കുമ്പോൾ,
പല പ്രാവശ്യം ഈ ലോകം പറയും നമ്മൾ അനാഥരാണെന്ന് നമുക്ക് വേണ്ടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. ആ സമയത്താണ് ഞാൻ ആ വിചാരങ്ങളെ, ചിന്തകളെ ഇടിച്ചു കളയുന്നത്. ഞാൻ പ്രഖ്യാപിക്കും, ഞാൻ ഒരു പിതൃത്വത്തിലാണ്, അവൻ്റെ പ്രിയ പുത്രനാണ്. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ മുഴുവൻ ജീവിതവും ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിൽ മറിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ തിരിച്ചെൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ഇതേ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്നത്. ഈ കാര്യമാണ് സത്യം. ഏത് നിമിഷം യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കപ്പെട്ടോ, അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു വഴി ലഭിക്കുകയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മേളിൽ അധികാരം നടത്തുവാൻ. അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യാജത്തിൻ്റെ വിത്തുകളെ ഈ ലോകം നമുക്ക് തന്നതിനെ എടുത്ത് കളയുവാൻ വേണ്ടി. ഏതൊക്കെ വ്യാജത്തിൽ നമ്മൾ വിശ്വസിച്ചോ, സ്വർഗീയ പിതാവിൻ്റെ ചിത്രത്തെ തെറ്റായി ചിത്രീകരിക്കുന്നത്, അതിനെ മാറ്റുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. എത്രയധികം നമ്മൾ ആ സത്യത്തിൽ വിശ്വസിക്കുന്നുവോ ആ അവകാശങ്ങൾ നമ്മൾ പ്രാപിക്കുവാനിടയാകും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, എല്ലാ സത്യങ്ങളും നമ്മളോട് പറയുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ അതിൽ വിശ്വസിക്കുക. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. സംസാരിക്കുകയായിരുന്നു വിശ്രമത്തെക്കുറിച്ച്. അത് നമ്മുടെ മനസ്സിൽ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വിശ്രമം നൽകുമെന്ന്. നിങ്ങൾക്കറിയാമോ, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാൻ സാധിക്കും. ഒരു വ്യക്തി ഉണ്ടാവും, വളരെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരിക്കുകയാണ്. ആ വ്യക്തിക്കോട് ഡോക്ടർ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാം ഒക്കെയാണെന്ന്. പെട്ടെന്ന് ആ വ്യക്തി സമാധാനത്തിലേക്ക് വരികയാണ്, ആ ഒരാളുടെ വാക്കിലൂടെ മാത്രം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മുറിച്ച് നോക്കുമോ, ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്? ഇല്ല, നിങ്ങൾ നോക്കത്തില്ല. നിങ്ങളുടെ ഓപ്പറേഷൻ നടന്നാലും നിങ്ങൾ എന്നാലും തന്നെ നോക്കുകയില്ല. നിങ്ങൾ ആ വാക്കിൽ വിശ്വസിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ വാക്കിൽ. ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഒരു ഡോക്ടറുടെ വാക്ക് ഒരു ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ ശരീരം നോക്കുക പോലും ചെയ്തില്ല. ആ ഡോക്ടറുടെ വാക്ക് കേട്ട് തന്നെത്താൻ അവർ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് വരികയാണ്. പിതാവിനെ പഠിപ്പിച്ചു. സ്വർഗീയ പിതാവും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന്. മനുഷ്യരുടേതല്ല, സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം കേട്ട് അതിൽ വിശ്വസിക്കുക, അത് മാത്രമാണ് സത്യം. യേശു ക്രിസ്തുവാണ് സത്യം. സാത്താൻ അവൻ വ്യാജം പറയുന്നവനാണ്. ഞാൻ ഈ കാര്യം ചിന്തിച്ചു. ഒരുപാട് അതിന് മുകളിൽ അവൻ വ്യാജം പറയുന്നവനാണ്. അവൻ വ്യാജം പറഞ്ഞ് അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ സ്വർഗീയ പിതാവിൻ്റെ എല്ലാ മക്കളെയും അവൻ വഴിതെറ്റിച്ച് വിടാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവരെ കാണിക്കും നിങ്ങൾ അനാഥരാണെന്ന്. അവരുടെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വാതിലെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മറ്റൊരു മേഖലയിലേക്കുള്ളത് അത് പറയുന്ന യേശു ക്രിസ്തുവിൽ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ മുഴുവൻ ജീവിതം യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ നമ്മൾ അനാഥരല്ല, നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ പിതാവിൻ്റെ അടുത്ത്. ഈ സത്യത്തിൽ എത്ര സമാധാനമുണ്ട്! എന്തുകൊണ്ടെന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് വേണ്ടിയുള്ളത് ആമേനാണ്. ആരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുവോ യേശുവിനെ കുറിച്ച് പറയുവാൻ, അവൻ വാതിലാണ്. അതിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ആ മേഖലയിൽ പ്രവേശിക്കുകയാണ്. ഇവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ വാഗ്ദത്തങ്ങളെല്ലാം ആമേനിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് പൗലോസ് ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആമേൻ എന്ന് പറഞ്ഞ് അവിടെ പറയുകയാണ്. അതുകൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങളും ഞാൻ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഉയർച്ച പ്രാപിക്കണമെന്ന്. എല്ലാ നന്മയുടെ വചനങ്ങളും എഴുതിയിരിക്കുന്ന നീതിമാന്മാർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ നന്മകളും ആമേനോട് കൂടെയാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി, യേശു ക്രിസ്തുവിലുള്ളവർക്ക്. അത് ചിലപ്പോൾ എന്നല്ല, അത് ആമേനാണ്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലാണോ? അതെ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലാണ്. ആരൊക്കെ? ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലുള്ളവർക്ക് നമുക്ക് വേണ്ടി ആ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനോട് കൂടിയാണ്. യേശു ക്രിസ്തുവാണ് ആമേൻ. അവൻ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ്. ഞാനിത് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, മുഴുവൻ ബൈബിളും ഇത് വ്യാഖ്യാനിപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി അവൻ നന്മ ചെയ്യണമെന്ന്. ഇന്ന് സ്വർഗീയ പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ, ഞാൻ രോഗിയായിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ലോകത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ മരങ്ങളെ നോക്കുമായിരുന്നു, ചിന്തിക്കും ഇതാരാണ് ഉണ്ടാക്കിയത്? ഞാൻ ആളുകളെ നോക്കുമെന്നിട്ട് ചിന്തിക്കും, ഇവരെയൊക്കെ ആരാ സൃഷ്ടിച്ചത്? ഇവിടെ ശ്വസിക്കുവാൻ വേണ്ടി ഓക്സിജൻ ആരാണ് ഉണ്ടാക്കിയത്? ഞാൻ പിന്നെ മുഴുവൻ ലോകത്തെ നോക്കുമ്പോൾ ഇതൊക്കെ ആര് സൃഷ്ടിച്ചത്? ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചു മനുഷ്യൻ എങ്ങനെയാണ് കുരങ്ങനിൽ നിന്ന് മാറി വന്നത് എന്ന്. ഞാൻ ചിന്തിക്കുമ്പോൾ സത്യമായിട്ടും അങ്ങനെയാണോ? ആരുമില്ലേ ഇതിനെ നിയന്ത്രിക്കുന്ന ആള്? ഞാൻ ചിന്തിക്കുമായിരുന്നു, ആരും നിയന്ത്രിക്കുന്നില്ല, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാൻ ലോകത്ത്. ഒരു ഇല്ലായ്മ, ഒരു അനാഥത്വത്തിൻ്റെ ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത്? ഞാൻ ഇങ്ങനെ വന്ന് ഒരു ദിവസം മരിക്കുവാൻ വേണ്ടിയാണോ ഇവിടേക്ക് വന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഏറ്റവും വലിയ വിശ്രമം എൻ്റെ ജീവിതത്തിൽ വന്നത്, നന്ദി, ഒരാളുണ്ട് ഈ മുഴുവൻ ലോകത്തെയും നിയന്ത്രിക്കുന്നവൻ, അവനാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു, ഈ ലോകത്ത് തിന്മകളുണ്ട്, അവനെന്തെങ്കിലും ചെയ്തോ അത് ശരിയാക്കാൻ വേണ്ടി? പിന്നെ ഞാൻ വായിച്ചു, ചെയ്തു, അവൻ അവൻ്റെ പ്രിയ പുത്രനെ ലോകത്തേക്ക് അയച്ചു.
അവനിലൂടെ ആ എല്ലാ നന്മകളും പിതാവ് ആളുകൾക്ക് നൽകുവാൻ സാധിക്കും. അതിൽ ഞാൻ വിശ്വസിക്കുന്നതിന് മുന്നമേ അത് ശരിയായി തീർന്നു. ഒന്നും പ്രശ്നത്തിലല്ല, ഈ മുഴുവൻ ലോകവും ഒറ്റയ്ക്കല്ല, ഒരാളുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നവൻ, ഒരു വാതിലുണ്ട്, അത് യേശു ക്രിസ്തുവാണ് നമ്മളെ പ്രവേശിപ്പിക്കുന്നവൻ. ഒരു പ്രശ്നത്തിൻ്റെ മേഖലയിൽ നിന്നും വേറൊരു മേഖലയിലേക്ക്, അവിടെ ശരിയായ രീതിയുള്ളിടത്ത് വിശ്രമമുള്ളത്. നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് ആ വിശ്രമത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വാതിൽ അത് യേശു ക്രിസ്തുവാണ്. ഞാൻ ഏറ്റവും ആദ്യം നന്ദി അർപ്പിച്ചു, ഒരാളുണ്ട് നിയന്ത്രിക്കുന്നവൻ. ഈ ലോകം തന്നെത്താൻ ഒറ്റയ്ക്കല്ല, ഒരാളുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നവൻ. ഇതാണ് സത്യം. ഒരു വിശ്രമം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ ഉള്ളവർ ജീവൻ്റെ മേഖലയിലാണ്. എനിക്കും അറിയാം, ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവരെന്നോട് ഒരു പ്രത്യാശയും തന്നില്ല. അവർക്ക് അനറോക്സിയ പറഞ്ഞപ്പോൾ ആ രോഗത്തിനൊരു പ്രതിവിധിയുമില്ല. ഞാൻ യേശുവിനെ അതിനുശേഷം കണ്ടപ്പോൾ എനിക്കൊരു ജീവനുള്ള ആശ ലഭിച്ചു. അവനത് ശരിയാക്കാൻ സാധിക്കും, അവനത് ചെയ്തു. അതിലൂടെ ഞാൻ സമാധാനത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഞാൻ തിരിച്ചെൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ സ്വഭാവമാണ്, അവൻ ആഗ്രഹിക്കുന്നു നന്മ ചെയ്യണം നമ്മുടെ ജീവിതത്തിലെന്ന്. നമുക്കറിയാം, ആദം പാപം ചെയ്തപ്പോൾ അവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയിൽ അകപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ഈ മേഖലയിൽ കുറ്റമാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ന്യായം നടക്കണം. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കാഞ്ഞത് ആദം ആ മേഖലയിലാകണമെന്ന്. അത് അവൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. സ്വർഗീയ പിതാവ് കൽപ്പന കൊടുത്തു, നീ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, അത് മരണത്തിൻ്റെ മേഖലയിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഇപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ, അവൻ തെറ്റ് ചെയ്തപ്പോൾ, എന്നിട്ടും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം അങ്ങനെയാണ്, അവനൊരു വഴിയൊരുക്കുകയാണ് തിരിച്ച് അവനെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് ന്യായപ്രമാണം നൽകിയത്. നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും, ന്യായപ്രമാണം നൽകി ബാലന്മാർ അവർക്ക് ഒരു ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വലിയവരോട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല കത്തിയെടുത്ത് കളിക്കരുത് എന്ന്. നിങ്ങൾ കുഞ്ഞുങ്ങളോടാണ് പറയുന്നത് കത്തിയെടുത്ത് കളിക്കരുത് എന്ന്. അവർക്കറിയില്ല. അതുപോലെയാണ് ന്യായപ്രമാണം കൊടുത്തത്. അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് കൊടുത്തത്. ന്യായപ്രമാണം ഉണ്ടായിരുന്നപ്പോഴും അവിടെ രക്തത്തിൻ്റെ ബലി ആളുകൾക്ക് വിടുതൽ കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? സ്വർഗീയപിതാവ് ആഗ്രഹിച്ചു, ആളുകൾ സ്വർഗീയപിതാവിനെ അറിയാമായിരുന്നു അവർക്ക് ന്യായപ്രമാണം പ്രമാണിക്കാൻ സാധിക്കുകയില്ല എന്ന്. ഒന്നും അത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും അവർക്ക് ആവശ്യമുണ്ട് ഒരു രക്ഷകൻ്റേത്. അവർക്ക് കൽപ്പന കൊടുത്തു ആ ബലി നടത്തുവാൻ വേണ്ടി, ആ കുഞ്ഞാടിൻ്റെയും കോലാട്ടുകുട്ടന്മാരുടെയും. എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? ആ രക്തത്തിലൂടെ ആ നന്മ പിതാവിൻ്റേത് അവരിലേക്ക് എത്തുവാൻ വേണ്ടി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ കൃപയുടെ മേൽ കൃപ നൽകുവാനാണ് വന്നത്. അവൻ അറിഞ്ഞിരുന്നു ഒരു വ്യക്തിയും ശരീരത്തിൽ അവർക്ക് ശരിയാവാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് പഴയ നിയമത്തിൽ ആ ബലി അർപ്പിച്ചിരുന്നത്. ആ രക്തത്തിലൂടെ അവരിൽ തളിക്കപ്പെടുന്നതിലൂടെ, അതിലൂടെ സ്വർഗീയ പിതാവ് നന്മ അവർക്ക് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഇന്നും പുതിയ നിയമത്തിൽ നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ നീതിയാകുന്നത് ഒരു കുഞ്ഞാടിൻ്റെയോ കോലാട്ടുകൊട്ടിൻ്റെയോ രക്തത്താലല്ല, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള രക്തത്താലാണ്. അവൻ ബലിയായി തീർന്നു. എന്തിന്? അവൻ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു. എഴുതിയിരിക്കുകയാണ്, എല്ലാ ന്യായപ്രമാണം കൊടുത്തത് ആ വിത്ത് മറിയമിലേക്ക് എത്തുവാൻ വേണ്ടിയായിരുന്നു. ആ വിത്ത് മറിയമിൻ്റെ അടുത്ത് എത്തി യേശു ക്രിസ്തു ജഡമായി തീർന്നു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്നു, ഒരു കുഞ്ഞാടിനെ പോലെ. ഈ വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം നമുക്ക് വായിക്കാം. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് ഓർക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നുവെന്ന് പ്രവചിച്ചതത്രേ. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. നിങ്ങൾക്കറിയാം, ഒരു സമയമുണ്ടായിരുന്നു, ഞാനും നിങ്ങളും നഷ്ടപ്പെട്ട സന്തതികളായിരുന്നു. യേശുക്രിസ്തു വന്നു തിരിച്ച് നമ്മെ നമ്മുടെ പിതാവുമായി ഒന്നാക്കുവാൻ വേണ്ടി. യേശുക്രിസ്തുവാണ് ആ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ത്തിനു വേണ്ടി വന്നത്. അവനാണ് വാതിൽ. ആ എല്ലാ നഷ്ടപ്പെട്ട പുത്രന്മാരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ. ആദ്യം മുഴുവൻ ലോകവും മരണത്തിൻ്റെ മേഖലയിലായിരുന്നു. യേശുക്രിസ്തു വാതിലായിരുന്നു. നമ്മളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത്, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വാഗ്ദത്ത ഭൂമി എന്തായിരുന്നു? അവിടെ എല്ലാം മുന്നമേ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മുന്തിരിയുടെ അനുഭവം ഭക്ഷിക്കും, നിങ്ങൾ വിതയ്ക്കാത്ത ഇടത്തുനിന്നാണ് നിങ്ങളത് ലഭിക്കുന്നത്, നിങ്ങൾ കുഴിക്കാത്ത കിണറ്റിലെ വെള്ളം നിങ്ങൾ കുടിക്കും, നിങ്ങൾ വയ്ക്കാത്ത വീട്ടിൽ നിങ്ങൾ പാർക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്? അവസാനം നിങ്ങൾ ഇത് പ്രഖ്യാപിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലതാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തതെന്ന് നിങ്ങൾ അറിയുവാൻ. സാത്താൻ വന്നിട്ട് എന്താണ് ചെയ്തത്? സ്വർഗീയ പിതാവിൻ്റെ ആ ചിത്രം, ഒരു നല്ല പിതാവിൻ്റെ
ചിത്രം നശിപ്പിച്ച് അവൻ അങ്ങനെ കാണിക്കുകയാണ് ഇത് അവനിൽ നിന്നുള്ളതല്ല എന്ന്. ഇന്ന് വരെ അവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സഭയിൽ നമ്മുടെ പ്രവൃത്തി എന്താണ്? നമ്മൾ ആ ചിത്രം നമ്മൾ വൃത്തിയാക്കുകയാണ്. അവൻ നല്ല പിതാവാണ്. എത്രയധികം നിങ്ങൾ ഈ സത്യത്തിൽ ഉണരുന്നുവോ അവൻ നിങ്ങളെ നല്ലതാക്കി എന്നുള്ളതിൽ, നിങ്ങളെ ഈ പിതാവിൻ്റെ മുമ്പിൽ നീതിയാക്കി എന്നുള്ളത്, സാധാരണ നിങ്ങളിൽ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യരല്ല നിങ്ങൾ ഈ നന്മ പ്രാപിക്കുവാൻ, എന്തുകൊണ്ടാണ് ഈ കടം അടയ്ക്കാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരുന്നത്, ആ സമയത്ത് നിങ്ങൾ ആ കുറ്റങ്ങളുടെ ബോധം നിങ്ങൾ ഇടിച്ചു കളയുക. യേശു ക്രിസ്തുവിലൂടെ ഞാനിപ്പോൾ ഈ ശരീരത്തിൽ ഒരു സ്വർഗീയ ആരോഗ്യത്തിൽ ഞാൻ ജീവിക്കും. എന്തുകൊണ്ടെന്നാൽ ആ ബന്ധം അത് രക്തത്തിൽ അധിഷ്ഠിതമാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ രക്തം. യേശു ക്രിസ്തുവിൽ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനോടുകൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, അധികമായി വിശ്രമത്തിൽ നിലനിൽക്കാൻ. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമത്തിൽ ആളുകൾ കഷ്ടപ്പെട്ടു ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ആ ഒരു പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേനായി തീർന്നു. നമ്മൾ പഠിക്കുകയാണ് വിശ്രമിക്കാൻ, പിതാവിനെ അനുവദിക്കുകയാണ് എല്ലാം നമ്മളോടുകൂടെ അവൻ ആഗ്രഹിക്കുന്നത് നമ്മളോടുകൂടെ കൂട്ടുവാൻ. ചിലരെന്നെ ഉത്സാഹിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കുക, എല്ലാ ഉത്തരവും അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. വരൂ നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്നും വായിക്കാം. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആ മേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ ഒരു കുറ്റവും ഇല്ലാത്തടത്ത് അവർ വിശ്വസിക്കാത്തവർ, അവർ മുന്നമേ അവർ കുറ്റവാളികളാണ്. അവർ ആ മേഖലയിലാണ് ജീവിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. നിങ്ങളെ എപ്പോഴൊക്കെ അവർ വിളിച്ചുമോ ആ കുറ്റബോധത്തിൻ്റെ ആ ശബ്ദത്തോടെയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ പോകാഞ്ഞത്. എനിക്ക് വിശ്വാസമുണ്ട് ബിലവഡ് സഭയിലുള്ള അവരെ ഇവിടേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആ പുത്രൻ പിതാവിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. മുന്നോട്ട് നോക്കാം. 7-ാം വാക്യത്തിലും വായിക്കാം. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു ഉറപ്പ് തരികയാണ്, ഞാൻ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പ് വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. വളരെ നല്ലത്. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ, ആടുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ അവർക്ക് കഷ്ടപ്പെടേണ്ട. അവിടെ പച്ചയായ പുൽപ്പുറങ്ങളുണ്ട്. അവിടെ പോയി അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട. അവിടെ വിശ്രമിക്കാൻ സാധിക്കും. അവൻ പറയുകയാണ്, അവർ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുക്കാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള നാശം, അറുപ്പാനും മുടിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാണുന്ന രീതിയിലല്ലായിരിക്കാം. അത് ഏത് രീതിയിലാണെങ്കിലും നശിക്കപ്പെടുന്നത് അത് പിതാവിൽ നിന്നുള്ളതല്ല. പക്ഷേ സാത്താൻ അവൻ പ്രശ്നമുണ്ടാക്കുന്നവനാണ്. സ്വർഗീയ പിതാവ് അതെല്ലാം ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് ആ മുഴുവൻ ലോകത്തെയും തിരിച്ച് ഒന്നാക്കി അവനോടുകൂടെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 10-ാം വാക്യത്തിൽ, അവർക്ക് ജീവനുണ്ടാകുവാനും. ഓർക്കുക, നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവൻ ആഗ്രഹിക്കുകയാണ് ഒരു നല്ല ജീവൻ നമ്മൾക്ക് ലഭിക്കണമെന്ന്.
അതിൻ്റെ പൂർണ്ണതയോടുകൂടെ, അതിൻ്റെ സമ്പൂർണതയോടുകൂടെ നമുക്ക് ലഭിക്കണമെന്ന് സമൃദ്ധിയായി നൽകുന്ന സ്വർഗീയ പിതാവാണ്. അവൻ ഇത് പറഞ്ഞ് ഞാൻ വന്നത് ജീവൻ തരാനാണെന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷെ അവിടെ നിന്നില്ല. അവൻ പറഞ്ഞു ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നതെന്ന്. അവൻ ഇത്രയധികം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ നന്മയിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു പിതാവിൻ്റെ കണ്ണിൽ എന്താണ് നല്ലതെന്ന്. ബൈബിൾ അത് എന്തിനാണ് നല്ലതെന്ന് പറയുന്നത് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമുക്കിതിൽ തന്നെ വായിക്കാം. 11-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ഇനി നിങ്ങളുടെ നോക്കിക്കോളൂ, പ്രശ്നങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒറ്റയ്ക്കിട്ടിട്ട് പോവും. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യേശുക്രിസ്തു പറയുകയാണ്, പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ പിതാവിനെയും അറിയുന്നു. നിങ്ങളിത് ഏറ്റുപറയുക എന്നോട് കൂടെ. ഈ സത്യത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഏറ്റുപറയുക, എൻ്റെ പിതാവിനെ അറിയുന്നു, ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഇവിടെ അവൻ അന്യജാതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഒരേ കുടുംബം, ഒരേ ഒരു പിതാവ്. ചിലർ ഇവിടെ ബെലവഡ് സഭയിൽ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ഒരു നഷ്ടപ്പെട്ട പുത്രൻ സഭയിൽ തിരിച്ചു വന്നപ്പോൾ അവർ ഈ ചോദ്യം ചോദിച്ചു, ഇതുവരെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെയാണ്. ഇത് സത്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരേ ഒരു സ്വർഗീയ പിതാവാണ്. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ഒരു പിതാവും ഒരു കുടുംബവുമാണ്. നമുക്ക് 17-ാം വാക്യത്തിൽ വായിക്കാം മുന്നോട്ട്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുകയില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. ഇത് ഈ സത്യം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആരും നമ്മളുടെ പ്രാണൻ നമ്മളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങൾ ആ സുവിശേഷം കേൾക്കുക. മരണത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ആ പ്രസംഗം നമ്മൾ ഞായറാഴ്ച ചെയ്തതാണ്. ആ സമയത്ത് കോവിഡ് ഉണ്ടായിരുന്നു. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് പോയി കേൾക്കണമെന്ന്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ മരണത്തെ ഒരു ശത്രുവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു മരണത്തെ അവൻ്റെ ശത്രു എന്ന് പറഞ്ഞു. യേശു അവൻ്റെ ശത്രുവിനെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇനി മരണമില്ല. നമ്മൾ ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കും. നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മളിവിടെ വചനത്തിൽ വായിച്ചതുപോലെ നന്മയെക്കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്, നല്ല ഇടയൻ ഞാനാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നോ ഈ വാക്കിൽ ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം എന്താണെന്ന്? 2 വാക്കുണ്ട്, കലോസ് ഒരെത്തിയോസ്. ഞാൻ ആദ്യം കലോസ് വായിക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. അതിൻ്റെ അർത്ഥം മനോഹരമായത്. ഞാനൊരു നല്ല ഇടയനാണ്. സ്വർഗീയ പിതാവ് എല്ലാം ഉണ്ടാക്കി, എന്നിട്ട് അതിനെ നല്ലത് എന്ന് കണ്ടു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മനോഹരമായത് സൗന്ദര്യം, അകത്തുള്ള നന്മയുടെ പുറത്തുള്ള ചിഹ്നം. ഒരു സൗന്ദര്യം പുറത്തെ അടയാളമാണ്, ആ അകത്തുള്ള നന്മയുടെ. സ്വർഗീയ പിതാവ് ഇത് പ്രഖ്യാപിക്കുകയാണ്. അവൻ പറയുകയാണ് നല്ലതാണ്. അതിൻ്റെ അർത്ഥം അതൊരു പ്രകടനമാണ് ആ അകത്തുള്ള നന്മയുടെ. നിങ്ങൾ നോക്കുക, ഇത് വായിക്കുക. സൗന്ദര്യം അത് പ്രകടമാകുന്നത് ആ നന്മയുടെ, അകത്തുള്ള നന്മയുടെ. നല്ലത്, നന്മ ചെയ്യുന്നവൻ, ആദരിക്കപ്പെട്ടത്. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വളരെ ആകർഷണമായ രീതിയിൽ അത് നന്മയാൽ നിറഞ്ഞതാണ്. ആ നന്മ അത് യോഗ്യമായത്. അത് ഈ പരിഭാഷ നന്മയുടെ നമ്മൾ വായിച്ചത് ഗ്രീക്ക് ഭാഷയിൽ സൗന്ദര്യമുള്ളത്. അതിൻ്റെ അർത്ഥം എക്സലൻ്റ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഏറ്റവും വിലപ്പെട്ടത്, ഭയങ്കര സവിശേഷതകളുള്ളത്, വിശുദ്ധമായത്, ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ഏറ്റവും മനോഹരമായ സ്വഭാവത്താൽ നിറഞ്ഞത്. വേറൊരർത്ഥം കൂടിയുണ്ട് അതിന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, വളരെ മനോഹരമായത്, അതൊരു നല്ല ഹൃദയത്തിൽ ഉള്ളതിൻ്റേതാണ്. അത് എല്ലാ രീതിയിലും പരിപൂർണമായതാണ്, പൂർണ്ണതയുള്ളതാണ്.
സ്വർഗീയ പിതാവ് എന്തിനെയെങ്കിലും നല്ലത് എന്ന് പറയുമ്പോൾ അത് എല്ലാം നന്മയിലാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹൗവ ആ ഫലം ഭക്ഷിച്ചപ്പോൾ അത് കാണാൻ നല്ലതായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് നല്ലതല്ലായിരുന്നു. മറ്റുള്ള ഫലങ്ങളും കാണാൻ നല്ലതായിരുന്നു, പക്ഷേ മറ്റുള്ള ഫലങ്ങൾ അത് കാണാൻ നല്ലതായിരുന്നത് കൂടെ കഴിക്കാനും നല്ലതായിരുന്നു. പക്ഷെ ഇതാണ് സ്വർഗീയ പിതാവ് നല്ലത് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് കാണാൻ നല്ലതായിരുന്നു, പക്ഷേ അത് നല്ലതല്ലായിരുന്നു. അത് പുറത്തുനിന്ന് മാത്രമായിരുന്നു നല്ലത്, അകത്തുനിന്നല്ലായിരുന്നു. പക്ഷെ സ്വർഗീയ പിതാവ് എന്തിനെയെങ്കിലും നല്ലത് എന്ന് പറയുമ്പോൾ അത് അകത്തുനിന്നും പുറത്തു നിന്നും അത് നല്ലതായിരിക്കും. അതാണ് ഒരു പരിഭാഷ നല്ലതിൻ്റെ പിതാവിൻ്റെ കണ്ണിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. നിങ്ങൾക്കറിയാമോ, ഏതൊക്കെ നല്ലതായിട്ടുള്ളതുണ്ടോ അത് പിതാവിൽ നിന്നുള്ള സമ്മാനമാണ് നമുക്ക്. അത് നല്ലതായിരിക്കും പുറത്തു നിന്നും, അത് അകത്തു നിന്നും നല്ലതായിരിക്കും. അതാണ് ഒരു നല്ലതിൻ്റെ പരിഭാഷ നമ്മുടെ പിതാവിൻ്റെ കണ്ണിൽ. അടുത്ത പരിഭാഷ എന്ന് പറയുന്നത് അകത്തോസ് ആണ്. അതിൻ്റെ അർത്ഥം എല്ലാ അകത്തെ കാര്യങ്ങളാലും അംശമായി മൊത്തം നന്മയാൽ നിറഞ്ഞത്, സ്വഭാവത്താൽ നല്ലതായത്. അതിനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഉൽപ്പത്തി സ്വർഗീയ പിതാവിനാൽ നടന്നത്. അതിൻ്റെ അധികാരത്തെ അതിൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത് വിശ്വാസത്തിലൂടെ. സ്വർഗീയ പിതാവ് എല്ലാം ഉണ്ടാക്കിയപ്പോൾ അവൻ ഉപയോഗിച്ച ശബ്ദം അകത്തോസ് ആയിരുന്നു. എല്ലാം സ്വർഗീയ പിതാവിലൂടെ വന്നതെല്ലാം അതിൽ പിതാവിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു. അത് വളരെ മനോഹരമാണ്, അത് യോജിക്കുന്നതാണ്. ഞാൻ ഈ കാര്യം ചിന്തിക്കുകയായിരുന്നു. യോജിക്കുക എന്നുള്ള വാക്ക് വന്നത് ആ സ്വർഗീയ പിതാവിൻ്റെ നന്മയിൽ ഒരു വ്യത്യാസവുമില്ല. അത് ഒന്നാണ്, അത് പൂർണ്ണമായതാണ്, അതിലെ സന്തോഷം നിറഞ്ഞതാണ്, അത് നല്ലതാണ്. അത് ശരിയായിട്ടുള്ള വാക്ക്. വേറൊരു വാക്ക് എന്ന് പറയുന്നത് സത്യമാണ് എന്നുള്ളതാണ്. എത്രയധികം നിങ്ങൾ അവൻ്റെ സത്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുവോ, ആ സത്യം, അത് അവൻ്റെ സത്യം നല്ലതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വസ്തു നല്ലതാണോ തെറ്റാണോ എന്നോ ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ആ സത്യത്തിലൂടെ. സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര നല്ലതാണ്. അതാണ് സ്വർഗീയ പിതാവിനെ പ്രകടമാക്കുന്നതാണ് സത്യം. എല്ലാ സ്വഭാവവും പിതാവിൻ്റേതിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നമുക്ക് മുന്നോട്ട് വായിക്കാം. എഫേസ്യർ അതിൻ്റെ 2-ാം അധ്യായം നമുക്ക് വായിക്കാം. 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ. സ്വർഗീയ പിതാവിൻ്റെ കരുണ ഇതാണ്, തെറ്റായിട്ടുള്ളവർ തെറ്റ് ചെയ്യരുത്. കൃപ എന്ന് പറയുന്നത് നമുക്ക് യോഗ്യതയില്ലാത്ത നന്മ ചെയ്യുന്നതാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലായിരുന്നു, നമ്മൾ ലോകത്ത് നഷ്ടപ്പെട്ടവരായിരുന്നു. ആദമിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഞാൻ ഒരു ദൈവിക കൈ എന്നോട് കൂടെ ഞാൻ കണ്ടു. അതിങ്ങനെയായിരുന്നു, ആരോ എൻ്റെ ജീവിതത്തെ നോക്കുന്നു എന്നുള്ള അനുഭവം. യേശുക്രിസ്തു വാതിലിലൂടെ ഞാൻ പ്രവേശിച്ചപ്പോൾ അപ്പോൾ ഞാൻ അവനെ വ്യക്തിപരമായി മുഖാമുഖം അവനെ കണ്ടു. ആ നിഴൽ ആരുടേതായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ അവനെ അറിയാഞ്ഞപ്പോഴും അവൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. ഈ 2:4 നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമണങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത സ്ഥാനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇതൊരു സത്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. ഈ സ്ഥാനത്ത് നിലനിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ദൈവിക സുരക്ഷ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ചുറ്റും അത് പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമാണ്. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിനടുക്കയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ നിങ്ങളായിരിക്കുന്ന സ്ഥാനം അത്യുന്നതൻ്റെ മറവിലാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് എന്താണ് നിങ്ങൾക്ക് അവൻ കരുണയുള്ളവനായി നന്മ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എന്തിനെന്നാൽ വരുന്ന സമയങ്ങളിൽ ആളുകൾ കാണണം നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര നല്ലവനാണ്, എനിക്ക് വേണ്ടി എത്ര നല്ലവനാണ് എന്നുള്ള കാര്യം. നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് എത്ര നല്ലതായിരിക്കുന്നത്? നിങ്ങളൊരു നല്ല പിതാവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻ്റെ ജീവിതം നന്മയുള്ളതായിരിക്കും. എൻ്റെ ഫലം അത് പിതാവിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത്. അതൊരു നിഴലാണ്. പിതാവ് എത്ര നല്ലവനാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇതിൻ്റെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. അതൊരു സമ്മാനമാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി. ഈ ഫോൺ ഇത് ആപ്പിൾ കമ്പനിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ ഞാനും നിങ്ങളും
സ്വർഗീയ പിതാവിനാൽ നിർമ്മിക്കപ്പെട്ടവരാണ്. എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു സൽപ്രവർത്തികൾക്കായിട്ട്. യേശു ക്രിസ്തുവിൻ്റെയും എൻ്റെയും ആത്മാവ് ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. ഒരു സന്തതി ജനിക്കുമ്പോൾ ആ സന്തതിയിൽ നിന്ന് പിതാവിനെയും മാതാവിനെയും നമുക്ക് വേർപെടുത്താൻ കഴിയാത്തതുപോലെ ഇപ്പോൾ യേശു ക്രിസ്തു അതേ രീതിയിൽ നമ്മളുമായി ഒന്നായിരിക്കുകയാണ്. ആ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പിതൃത്വത്തിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ പറയുകയാണ് നമ്മുടെ ജീവൻ പിതൃത്വത്തിലാണ് എന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നമേ പിതാവിനാൽ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. ഒരു സമയത്ത് നമ്മൾ അനാഥരായിരുന്നു, നഷ്ടപ്പെട്ടവരായിരുന്നു. തിരിച്ച് നമ്മളെ പിതൃത്വത്തിലേക്ക് പിതാവ് നമ്മളെ കൊണ്ടുവന്നു. അതിനുവേണ്ടി നമ്മുടെ മൂത്ത സഹോദരനെ അയച്ചു. അവൻ വഴിയായിരുന്നു. അവൻ്റെ രക്തത്തിലൂടെ ഞാൻ എൻ്റെ നന്മയെ എന്നിൽ പ്രകടിപ്പിക്കുവാനായിട്ട്. വരൂ നമുക്ക് വായിക്കാം. എഫേസ്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. മുന്നോട്ട് 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഈ വേരൂന്നി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. വേര് അത് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഒരു സമയം വരും അത് നല്ല ഒരു അടിസ്ഥാനം അതിടും. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ അറിയണം. സ്വർഗീയ പിതാവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. ആർക്കും അവൻ്റെ പ്രിയപ്പെട്ടവരെ തൊടാൻ പോലും സാധിക്കുകയില്ല. ദാവീദിന് അറിയാമായിരുന്നു അവൻ സ്വർഗീയ പിതാവിൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന്. അതുകൊണ്ടാണ് അവൻ ഗോലിയാത്തിന് മുമ്പിൽ നിന്ന് അവൻ സംസാരിച്ചത്. അവൻ അറിയാമായിരുന്നു അവനോട് കൂടെ ആരാണ് എന്ന്. ആ പിതാവാണ് ഗോലിയാത്തിനെ അവിടെ വീഴ്ച കളഞ്ഞത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എല്ലാ വിശുദ്ധന്മാരോടും കൂടെ. ഞാൻ നിങ്ങളെ വിശുദ്ധരാക്കിയത് അങ്ങനെയാണ്, ആ രക്തത്തിലൂടെ, യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒഴുക്കിയതിലൂടെ, ആ സത്യവചനത്തിലൂടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവൻ നമ്മളെ വിശുദ്ധരാക്കുകയും നമ്മളെ വേർപെടുത്തുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന. വീതി, നീളം, ഉയരം, ആഴം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുവാനും പ്രാപ്തരാകുകയും അത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈ നന്മ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലും എന്തിനാണ് എന്നും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. അത് സകല ജ്ഞാനത്തെയും കവിയുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകും അത് നന്മയാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. ഞാൻ അവൻ്റെ സ്നേഹം പകരപ്പെടുവാനുള്ളൊരു പാത്രമാണ്. ഞാൻ ചിലപ്പോൾ വിശ്വസ്തത ഇല്ലാത്തവനായിരുന്നിരിക്കാം, പക്ഷേ അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവൻ്റെ സന്തതി ആയതുകൊണ്ട് അവൻ എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം. നിങ്ങൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ് കണ്ടിട്ടുണ്ടോ? അത് നിറയുക മാത്രമല്ല, അത് നിറഞ്ഞ് കവിയുകയാണ് അതിൽ നിന്ന്. അവൻ്റെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളോട് കൂടെയുണ്ട്. എഴുതിയിരിക്കുകയാണ് 23-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. അതിൻ്റെ അർത്ഥം ആ നിറവ്, അതിനാൽ നമ്മൾ പരിപൂർണരാകണം. നമ്മൾ സന്തോഷമുള്ളവരെ, തൃപ്തരായി തീരണം. നമ്മൾ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. 20-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആമേൻ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. 20-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആരാണ് നമ്മുടെ ഉള്ളിൽ, ആരുടെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്? ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ആ ശക്തിയാൽ കഴിയുന്നവന് സഭയിലും, ആ ശക്തിക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇത് നമ്മൾ വീണ്ടും വായിക്കും 14 വാക്യം മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞാനും നിങ്ങളും ഒരു കുടുംബമാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും നിങ്ങൾ ബലമുള്ളവരായിത്തീരും. മുന്നോട്ട് വായിക്കാം. 17 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഒരു പ്രവൃത്തി, അത് ഏറ്റവും മഹത്വകരമായത് ഇതാണ്: നമ്മൾ അവൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. നിങ്ങൾക്കറിയാമോ, എല്ലാ വെളിപ്പാടുകളെയും വിട്ടിട്ട് ചിലപ്പോൾ ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ തലയണയിലായിരിക്കാം, പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ അറിയുന്നു, ഒരു സത്യത്തെ ഞാൻ അറിയുന്നു: അവൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളും അവൻ്റെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ സ്നേഹമല്ല, ഇത് അവൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടി പകർന്നിരിക്കുന്നത്. പ്രിയ എന്നുള്ളതിൻ്റെ അർത്ഥം അവൻ നിങ്ങളെ സ്നേഹിച്ചു. ഇത് നമ്മുടെ പ്രവൃത്തി മൂലമോ നമ്മൾ സ്നേഹിച്ചത് കൊണ്ടോ അല്ല, ഇത് അവൻ്റെ സ്നേഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. നിങ്ങൾക്കറിയാമോ, ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ അവരെ സ്നേഹിക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല എങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കും. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ അവരെ തിരുത്തും, അവരെ നമ്മൾ വഴി കാണിക്കും. അപ്പോഴാണ് ഞാൻ പറയുന്നത്, നന്ദി, ഞാനൊരു പിതൃത്വത്തിലാണ് ഇപ്പോൾ. പിതാവിന് നന്ദി. ഞാൻ ഇവിടെ മുന്നമേ അനാഥനായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിലാണ്. ഇവിടെ പിതാവിനെ തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സൗഖ്യം ഇപ്പോൾ അതെൻ്റെ ആരോഗ്യമാണ്. ഈ മേഖലയിൽ ഞാൻ അധികമായി അവൻ്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് യോഹന്നാനിൽ വാക്യം വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്, നിങ്ങൾ എന്നിൽ നിലനിൽക്കുക, എൻ്റെ വചനം നിങ്ങളിലും. സാത്താൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അതിനെയല്ല, നമ്മൾ അതിലല്ല, നമ്മുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് വിശ്വസിക്കുക. ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം ഒരു ഭ്രമമാണ്, വഞ്ചനയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ സ്നേഹത്തിൽ നമ്മൾ വേരൂന്നുമ്പോൾ, മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ്റെ സ്നേഹത്തിൽ എത്ര വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്. എന്തുകൊണ്ടെന്നാൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള എല്ലാ അറിവിനെ കഴിഞ്ഞും മുകളിലായിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയാണ്. അതിനുവേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ആ എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ അവന് തരാൻ സാധിക്കും, അവൻ്റെ ശക്തി മൂലം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, വചനത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗീയ പിതാവിൻ്റെ അകത്തുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി. ആ സ്വർഗീയ പിതാവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അവൻ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എല്ലാം അവനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. എത്രയധികം നമ്മൾ വിശ്രമത്തിലായിരിക്കുന്നു, അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. നീ എൻ്റെ മകനാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നീ കൊമ്പാണ്. ആ കൊമ്പിന് ജീവൻ ലഭിക്കുന്ന എവിടെ നിന്നാണ്? മുന്തിരിവള്ളിയിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു ചിത്രം വരയ്ക്കുകയാണ്. ഇവിടെ ഈ കൊമ്പ്, അതിന് ജീവൻ ലഭിക്കുന്നത് ഇവിടെ ഈ മുന്തിരിവള്ളിയാണിത്. ഇത് കൊമ്പാണ്. അത് പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. കൊമ്പിന് എന്താണ് പ്രവൃത്തി? ഇത് മാത്രമാണ്, അവനിൽ വിശ്രമത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ കൊമ്പ് ഇളകുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ കൊമ്പ് സമാധാനത്തിൽ ശാന്തമായിരിക്കുകയാണെങ്കിൽ ആ മുന്തിരിവള്ളിയുടെ ജീവൻ മുഴുവൻ ആ കൊമ്പിലേക്ക് ഒഴുകും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് പ്രശ്നത്തിലാകാതിരിക്കുക, നിങ്ങൾ വിശ്രമത്തിലായിരിക്കാൻ പഠിക്കുക. ഞാൻ പഠിച്ചു, നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളെ ആ വിശ്രമത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിരിക്കും വരുന്നത്. അത് നിങ്ങളോട് പറയും, എന്തെങ്കിലും ചെയ്യാം വാ. ആ സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം, ഒരു മിനിറ്റ്, ഞാൻ ഈ മേഖലയിലല്ല, ഞാൻ ജീവന്റെ മേഖലയിലാണ്. ഇവിടെ എല്ലാം യേശുക്രിസ്തു എനിക്ക് വേണ്ടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ വിശ്രമത്തിലായിരിക്കാൻ മാത്രം പഠിച്ചാൽ മതി. ആ പിതൃത്വത്തിൽ അധികമായിട്ട് പിതൃത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു.
ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിലാണ് എങ്കിൽ നിങ്ങൾ അവനിൽ നിലയ്ക്കുകയാണ്. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, സാക്ഷ്യം ഉണ്ടാകുമ്പോൾ, ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ പിതാവിനാണ് മഹത്വം കിട്ടുന്നത്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാതെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുക. അവൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന്. പിതാവിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം ഇതാണ്, അവൻ നമ്മുടെ പിതാവാണോ എന്നുള്ളതാണ്. മുന്നോട്ട് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എൻ്റെ സ്നേഹത്തിൽ വിശ്രമത്തിലായിരിപ്പിൻ. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ സ്നേഹത്തിൽ വേരൂന്നിയവരായിരിക്കണം. ആ സ്നേഹത്തിൽ അനുഭവം കൊണ്ടല്ല വേരുന്നത്. ചിലപ്പോൾ തെറ്റായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സാത്താൻ്റെ പ്രവൃത്തി ഇതാണ്, തെറ്റായ അനുഭവങ്ങൾ തന്നിട്ട് അത് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആദമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ എങ്ങനെയാണ് പാപത്തിൽ വീണത്. അവൻ വചനം കേട്ടില്ല. സ്വർഗീയ പിതാവ് അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. അവൻ്റെ പ്രവൃത്തി ഇതായിരുന്നു, അവൻ്റെ ശബ്ദം കേൾക്കണമായിരുന്നു. അവൻ്റെ ജീവിതം എത്ര മനോഹരമായിരുന്നിരിക്കാം. ആ തെറ്റ് സംഭവിച്ചത് അവൻ്റെ വാക്ക് കേൾക്കാഞ്ഞത് കൊണ്ടാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൽ തെറ്റായ അനുഭവം വരുന്നത് നമ്മുടെ ഉള്ളിൽ അവൻ്റെ വചനമില്ലാത്തത് കൊണ്ടാണ്. ആ വിത്ത് സാത്താനാൽ വിതയ്ക്കുന്നതിനെ നമ്മൾ വിശ്വസിക്കുകയാണ്. ആ സാഹചര്യത്തിലും എന്നിട്ടും പിതാവ് നമ്മൾക്ക് നന്മ ചെയ്യുകയാണ്. ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ അവൻ തയ്യാറാണ്. എഴുതിയിരിക്കുകയാണ്, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ ആ സമയത്തും പിതാവ് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുകയായിരുന്നു. അവൻ നമ്മളെ നഷ്ടപ്പെട്ട പുത്രന്മാരെ തിരിച്ചു ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ യേശുവിനെ അയച്ചു. ഇവിടെ യേശു പറയുകയാണ്, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം, എൻ്റെ വചനത്തിൽ നിലനിൽപ്പിൻ, വിശ്രമത്തിലായിരിക്കാൻ പഠിക്കുക. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിലനിൽക്കും. നിങ്ങൾക്കറിയാമോ, ക്രൂശിൻ്റെ ഈ സ്ഥലത്ത് പുതിയ നിയമത്തിൽ 2 കൽപ്പനകൾ തന്നു. എഴുതിയിരിക്കുകയാണ്, തമ്മിൽ സ്നേഹിപ്പിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ആ യേശു ക്രിസ്തു അയച്ച ഏക പുത്രനിൽ വിശ്വസിക്കുക. നമ്മൾ പരസ്പരം സ്നേഹിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ശരീരത്തിലല്ല, നമ്മൾ ആത്മാവിലും സത്യത്തിലുമാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം അപ്പോഴാണ് വ്യത്യാസമുള്ളതായി കാണുന്നത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങളോട് നിങ്ങളോട് പറയാൻ വന്നു, അവരെന്നെ തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു അവൻ്റെ വചനത്തിൽ നിലനിൽക്കണമെന്ന്. അതെ, നിങ്ങൾ ആ വ്യാജത്തെ പിടിച്ചുകൊണ്ട് ആ ഭ്രമത്തിൽ ആയിരിക്കരുത്. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കാൻ വരുന്നതിനെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാൻ, നമ്മൾ വായിച്ചതുപോലെ 8-ാം വാക്യത്തിൽ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ അധികമായി ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ആണ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത്. പിതാവ് യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കുക, യേശു ക്രിസ്തുവിനെ ഒന്നിനും തൊടാൻ സാധിക്കുകയില്ലായിരുന്നു. ഇവിടെയൊക്കെ ധനത്തിൻ്റെ ആവശ്യം വന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പോയി നദിയുടെ അടുത്ത് ഒരു മീനെ പിടിക്കുക, അവിടെ നിങ്ങൾക്കൊരു നാണയം ലഭിക്കുമെന്ന്. ആ മേശ ഒരുക്കേണ്ട കാര്യമാണെങ്കിലും അവിടെ പറഞ്ഞു, നിങ്ങൾ പോകുക, അവിടെ ഒരു പുരുഷനുണ്ട്, അവൻ്റെ കയ്യിൽ കുടമുണ്ടാകും. നമ്മളിതെല്ലാം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ ജീവിതം ഒരു പിതൃത്വത്തിലാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പിതാവ് യേശു ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിച്ചുവോ എഴുതിയിരിക്കുകയാണ്, അതേ രീതിയിലാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതെന്ന്. യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനാണ്. അവൻ അനേകം സഹോദരന്മാർക്ക് മൂത്ത സഹോദരനാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എങ്ങനെയാണോ അതേ ജീവിതമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ ജീവിതം പിതൃത്വത്തിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എന്നെ എണ്ണുമ്പോൾ യേശു ക്രിസ്തുവുമായി ഞാനുമായി ഒന്നായിട്ടാണ് എണ്ണുന്നത്. ഞാനും നിങ്ങളും ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമുക്ക് മുന്നോട്ട് നോക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. 11-ാം വാക്യം വായിക്കാം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇത് നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവൻ്റെ സന്തോഷം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം എന്താണ്? യേശു ക്രിസ്തു പിതാവിനെ അറിയുന്നു. പിതാവ് യേശു ക്രിസ്തുവിനെ അറിയുന്നു. എഴുതിയിരിക്കുകയാണ്, ഞാനിത് നിങ്ങളോട് എന്തുകൊണ്ടാണ് സംസാരിച്ചത്? എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനാണ്. നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഏറ്റു പറയാം, പിതാവേ അങ്ങേക്ക് നന്ദി.
അങ്ങയുടെ സന്തോഷം എന്നിൽ ഇരിക്കുന്നു. ഞാൻ അങ്ങയുടെ ആ സന്തോഷത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ആമേൻ. എഴുതിയിരിക്കുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി. ഈ സന്തോഷം പുറത്തെ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന് വരുന്നതല്ല. ചിലപ്പോൾ നമുക്ക് ലോകത്തിലെ കാര്യങ്ങൾ ഇല്ലായിരിക്കാം, പക്ഷേ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്: നമ്മൾ നമ്മുടെ പിതാവിനെ അറിയുന്നു. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്തിരിക്കുകയായിരിക്കാം. എൻ്റെ സന്തോഷം ഇതാണ്: ഞാൻ ഇത് അറിയുന്നു, ഞാനത് തിരിച്ചറിയുന്നു, മറ്റുള്ളവർക്ക് സാധിക്കാത്തത്. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ആ എല്ലാ ഫലങ്ങളും അത് സാക്ഷ്യത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ആ ഫലം എപ്പോഴും നിലനിൽക്കേണ്ടതിനും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇതെല്ലാം യേശുക്രിസ്തു പറഞ്ഞു. അവൻ വന്നു, ഇതെല്ലാം അവൻ പൂർത്തീകരിച്ചു. എന്തിന്? നമ്മൾ എന്തൊക്കെ പിതാവിനോട് അപേക്ഷിക്കുന്നു അവൻ അതെല്ലാം നമുക്ക് നൽകുവാനായിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പഴയ നിയമത്തിൽ ഒരുപാട് കൽപ്പനകൾ ഉണ്ടായിരുന്നു അനുസരിക്കുവാനായിട്ട് കൊടുത്തിരുന്നത്. ഒരുപാട് ബലികളുണ്ടായിരുന്നു. അതെല്ലാം രക്തത്തിൽ അധിഷ്ഠിതമായിരുന്നു. യേശുക്രിസ്തു ഇപ്പോൾ ആ ബലിദാനം ആയിരിക്കുകയാണ്. നിങ്ങൾക്കിനി നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. പിതാവ് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരും. മുഴുവൻ സന്തോഷവും നമ്മൾ ആ ഗ്രഹിക്കുവാനുള്ള സ്ഥാനത്ത് നിലനിൽക്കണം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. ചില കാര്യങ്ങൾ യേശുക്രിസ്തു അവൻ്റെ ശിഷ്യന്മാരോട് ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പറയുന്നത്. അവനവരെ തയ്യാറാക്കുകയാണ്. അവനവരോട് കാര്യങ്ങൾ പറയുകയാണ്. ഞാനിനി ക്രൂശിൽ പോകും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്ന എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നമ്മുടെ സന്തോഷം ഇതാണെന്ന്. ഇപ്പോൾ നമ്മൾ അനാഥരല്ല, നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പിതൃത്വത്തിലാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്രമം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 21-ാം വാക്യത്തിൽ, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഇപ്പോൾ ഞാനും യേശു ക്രിസ്തുവും വ്യത്യസ്തരല്ല, ഞങ്ങൾ ഒന്നാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുക. നിങ്ങളല്ല പ്രശ്നങ്ങളോട് യുദ്ധം ചെയ്യുന്നത്, യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കുറവുകൾ വരുമ്പോൾ നിങ്ങൾ നന്ദി അർപ്പിക്കുക. ഞാൻ കുറവിലല്ല, യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധിയാണ് എന്നോട് കൂടിയുള്ളത്. നിങ്ങൾ വിശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ അതിനുള്ള ഉത്തരം പിതാവിൽ നിന്ന് മുന്നമേ വെച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പുത്രൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ളത്, അതിനുള്ള ഉത്തരം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആദമിൻ്റെ മേഖലയിൽ നിങ്ങൾ അനാഥരാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. അതിൻ്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, നിങ്ങൾ പിതാവിനോട് ചോദിക്കുമെന്ന്? പിതാവിനോട് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ കാണാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്ന് യേശു പറയുകയാണ്. ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ കാണുമ്പോൾ ഒരു പിതാവ് ആ സന്തോഷം കണ്ടിട്ട് കൂടുതലായി സന്തോഷിക്കുകയാണ്. നിങ്ങൾ പിതാവിനോട് ചോദിക്കൂ. എന്തിന്? നിങ്ങളുടെ സന്തോഷം അവനിൽ പൂർണ്ണമാകുവാനായിട്ട് വേണ്ടി.
യേശു ക്രിസ്തു നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. പിതാവിനോട് ചോദിക്കൂ, പിന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ സന്തോഷം അത് പൂർണ്ണമാകുന്നത്. എല്ലാ കാര്യങ്ങളും ലോകത്തിൻ്റെതായിട്ടുള്ളത് പറയാറുണ്ട്. എൻ്റെ മകനെ, എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന്, പക്ഷെ ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എന്തിന്? നിങ്ങൾ രക്തത്തിലൂടെ അതെല്ലാം പ്രാപിക്കുവാനായിട്ട്. ഇതേ കാര്യത്തിൽ പിതാവ് നമ്മളെ ഉറപ്പുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മളോടൊന്നും പറയാൻ അനുവദിക്കരുത് നമ്മൾ യോഗ്യരല്ല എന്ന്. എന്തുകൊണ്ടാണ് പിതാവ് നമ്മളെ ആ നന്മകളെല്ലാം പ്രാപിക്കുവാൻ വേണ്ടി, എനിക്ക് ലഭിക്കുവാൻ വേണ്ടി പറയുന്നത്? നമ്മൾ അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതികളായതുകൊണ്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇതാണ് നീതി. ആ എല്ലാ നന്മയും ഞാൻ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയുടെ നീതി ആയതുകൊണ്ട്. എനിക്ക് അറിയുകയില്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, എപ്പോൾ സംഭവിക്കുമെന്ന്. പക്ഷെ എനിക്കറിയാം യേശു ക്രിസ്തുവിൽ അതെല്ലാം, എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വാമേനോട് കൂടിയാണ്. ആ രോഗങ്ങളെല്ലാം പോകും. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ ആരോഗ്യം എന്നിലുണ്ട്. ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാകില്ലായിരിക്കാം, പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അതെല്ലാം സംഭവിക്കും. ഇതേ സത്യത്തിൽ നമ്മൾ വിശ്രമിക്കുകയാണ്. എൻ്റെ ജീവിതം മറ്റൊരു മേഖലയിലാണ്. ഇപ്പോൾ ഞാൻ ആദമിൻ്റെ മേഖലയിലല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മേഖലയിലാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഇതിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ. നമുക്ക് വീണ്ടും വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ. ഒരു കുടുംബം പോലെ, പിതാവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിനും തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നുവെന്നും, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളോട് കൂടെയുണ്ട്. പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അറിയുക നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത്. ഞാൻ അവരിൽ നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ലോകം അറിയണം നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചിരിക്കുന്നു. ഇതെല്ലാം പിതാവ് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ചെയ്തത്. അതേ സ്നേഹമാണ് അവൻ നമ്മൾക്ക് ചെയ്യുന്നത്. എന്തിന്? ഈ ലോകം അറിയണം, അവർ തിരിച്ചറിയണം അവൻ എത്ര നല്ല പിതാവാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയെന്ന്. ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ ഞാൻ ഒരുപാട് പ്രശ്നത്തിലായിരുന്നു. ഒരേ വാക്കാണ് എൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതൊരു പാട്ടായിരുന്നു. പിതാവേ, നീ എത്ര നല്ലവനാണ് എനിക്ക് വേണ്ടി. ആളുകൾ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവർ കാണും പിതാവ് എത്ര നല്ലവനാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏറ്റു പറയുക, നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ അവൻ്റെ പ്രിയ സന്തതിയാണ്. അവന് ഒരുപാട് സന്തതികളുണ്ട്, പക്ഷേ നിങ്ങളെ അവൻ വളരെ 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 വളരെയധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടതാ? നിങ്ങൾ അവൻ്റെ പ്രിയയാണ്. ഞാൻ അറിയുന്നില്ല എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും, പക്ഷെ എനിക്കറിയാം ഞാൻ അവൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്ന്. അവൻ്റെ സ്നേഹം ആ എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ ആ സ്നേഹം നമ്മുടെ അറിവിനെ കഴിഞ്ഞും ബുദ്ധിയെ കഴിഞ്ഞൊക്കെ മുകളിലാണ് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 24-ാം വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടി ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അറിഞ്ഞു, നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ സ്നേഹിച്ചു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളത് വായിച്ചിരുന്നു, ആ സ്നേഹത്തിൽ വേരൂന്നിയവരായി വളരണമെന്ന്. ഇതെല്ലാം ഇവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ അറിയണം അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഇത് ആദമിൽ നിന്ന് തുടങ്ങിയ കാര്യമാണ്. അവൻ അറിഞ്ഞില്ല പിതാവുണ്ട്, അവനോട് കൂടെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനെന്ന്. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു വിശ്വസിക്കേണ്ടിയിരുന്നത്, പിതാവ് അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ. പക്ഷെ അവൻ അതിൽ സംശയിച്ചു, ചിലപ്പോൾ അവൻ എനിക്ക് വേണ്ടി ഇത്ര നല്ലവനല്ല എന്ന്. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പ്രവൃത്തി മൂലം എല്ലാം വീണു പോവുകയാണ്. ഇപ്പോൾ പിതാവ് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. അവൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ എത്ര നല്ലവനാണ് എന്ന്. ഞാനൊരു നല്ല പിതാവാണ്. ആ നന്മ, അതിൻ്റെ അർത്ഥം എന്താണ്? അത് പുറത്തു നിന്നും അകത്തു നിന്നും വിശുദ്ധമായത്, ശുദ്ധമായത്,
മനോഹരമായത്, അകത്തും പുറത്തും എല്ലാ രീതിയിലും ആ നന്മ അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് അനുസരണമായതല്ല, കാണാനും അകത്തുനിന്ന് അഴുക്കുമായിട്ടുള്ളതല്ല. പക്ഷേ അത് എൻ്റെ നന്മ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ചിലപ്പോൾ നമുക്കിത് അറിവില്ലായിരിക്കാം, എന്തുകൊണ്ടാണ് ആ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. അതെന്തുകൊണ്ടാണ് നമ്മൾ അറിയണം. നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര നല്ലവനാണ്, അവൻ നല്ല പിതാവാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 25-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഇവിടെ സ്വർഗീയപിതാവ് പറയുകയാണ്, നോക്ക് എൻ്റെ മകനെ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നവെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും ശാരീരികമായിട്ടുള്ളത്. എഴുതിയിരിക്കുകയാണ്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അവരാണ് 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും ശാരീരികമായിട്ടുള്ളത്. എഴുതിയിരിക്കുകയാണ്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അവരാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഓരോ ദിവസവും നമ്മൾ എന്ത് തിന്നും എന്തൊടുക്കും എന്നിങ്ങനെ വിചാരപ്പെടുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ആദ്യം നിങ്ങൾ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നീതി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. ആ സത്യത്തിൽ നമ്മൾ വിശ്രമിക്കുന്നു. അപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വസ്തുക്കളുടെ പുറകെയല്ല ഓടുന്നത്, ആ വസ്തുക്കൾ എന്നോട് കൂടെ വന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരോടും കൂടെ ഒന്നായിട്ട് ഞാൻ ആ ബന്ധത്തിൽ, ആ രക്തത്താൽ ഉള്ള ബന്ധത്തിൽ, അതിൽ ഞാൻ വിശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു രാജാവിൻ്റെ മകൻ ഒരു ദിവസം അവന് എല്ലാ അവകാശങ്ങളും അതെല്ലാം പിതാവിൻ്റേത് അവന് ലഭിക്കും. എന്തുകൊണ്ട്? അവൻ്റെ രക്തത്തിലൂടെയുള്ള സന്തതികളായതുകൊണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് ആ രക്തത്തിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരമുണ്ടാകും. എന്തുകൊണ്ട്? നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരായതുകൊണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. സ്വർഗീയപിതാവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞാനും നിങ്ങളും ഈ മേഖലയിലാണ്. ഇവിടെ എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയ പിതാവുണ്ട്. നമുക്ക് മുന്നോട്ടേക്കും മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. മറ്റൊരു സ്ഥലത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഈ അധ്യായങ്ങളിൽ നിങ്ങൾ എന്താണ് ഈ വചനങ്ങളിൽ കാണുന്നത്? പിതാവ് ആഗ്രഹിക്കുന്നു അവൻ്റെ നന്മ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന്. ആ എല്ലാ തെറ്റായുള്ള ചിത്രങ്ങളും ആ വ്യാജത്തിൻ്റെ വിത്തുകളെ അവൻ പുറത്തു കൊണ്ടുവരുവാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ വചനം നൽകിയിരിക്കുന്നത് നിങ്ങൾ കേൾക്കുക, അതിൽ നിലനിൽക്കുക,
സാത്താൻ്റെ ശബ്ദം കേട്ട് ഒരുപാട് നാൾ നിങ്ങൾ ജീവിച്ചു. നന്മയെ തെറ്റെന്നും തെറ്റിനെ നല്ലതെന്നും പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് നടക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ വ്യാജം പറയുന്നവനാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു സത്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അത് നിങ്ങൾ കേൾക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. എന്തുകൊണ്ടെന്നാൽ പിതാവ് ആഗ്രഹിക്കുന്നു ആ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന്. ആ തെറ്റിൽ നിന്ന് ആ നന്മയുടെ മേഖലയിലേക്ക് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വാഗ്ദത്തങ്ങൾ വായിക്കുക. ആ വാഗ്ദത്തം ചെയ്ത ഭൂമിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അവൻ ഒരു നല്ല പിതാവ് നിങ്ങളുടെ ജീവിതത്തിലാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവന് ശക്തിയുണ്ട്, അവൻ്റെ സ്നേഹം യോഗ്യതയുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട് മുടിയനായ പുത്രനെക്കുറിച്ച്. അതെങ്ങനെയാണ് അവൻ്റെ കഥ? അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒരു വ്യക്തിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ പിതാവിനോട് കൂടെയാണ്, മറ്റൊരു പുത്രൻ അവൻ്റെ എല്ലാ അവകാശങ്ങളും വിറ്റിട്ട് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ പോവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് പിതാവ് അവന് വേണ്ടി കാത്തിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ട പുത്രൻ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതും കാത്ത് എഴുതിയിരിക്കുകയാണ്. ആ പുത്രൻ തിരിച്ചവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പിതാവ് അവനെ ദൂരെ നിന്നേ കാണുകയാണ്. ആ പിതാവ് എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ആ പുത്രനല്ല ഓടിയത്, പിതാവ് ആ പുത്രൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അതേ രീതിയിലാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പിതാവ് ഓടിയത്. ആ ആട്ടിടയൻ 99 ഇട്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോയി. അതുകൊണ്ട് പിതാവ് അവൻ ഓടുകയാണ്. എന്താണ് പറയുന്നത്? ഇതൊരു എങ്ങനെയാണ് വന്നത്? ആ മുടിയനായ പുത്രൻ പന്നികളോട് കൂടെ അതിൻ്റെ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ഭക്ഷണമുണ്ട്, എനിക്ക് പോണം, ഒന്നും ഞാൻ തിരിച്ചവനിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു ദാസൻ്റെ രൂപത്തിൽ എന്നെ സ്വീകരിക്കാൻ അവനോട് പറയുമെന്ന്. അവൻ വിശ്വസിക്കുന്നില്ല പിതാവ് അവന് വേണ്ടി നല്ലത് ചെയ്യുമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്യും, അപ്പോൾ പിതാവ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരും. ഇതേ ചിന്തയോടുകൂടെ അവൻ അവിടെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും പിതാവ് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ ആ പുത്രനെ കാണുമ്പോൾ ആ പിതാവ് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അതിനു മുമ്പ് അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ പിതാവ് അവനെ കെട്ടിപ്പിടിക്കുകയാണ്, അവനെ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് പിതാവ് അവൻ്റെ ദാസന്മാരെ വിളിക്കുകയാണ്. എന്നിട്ട് അവന് ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ്. അത് കാണിക്കുന്നത് അവൻ യോഗ്യതയുള്ളവനാണ് എന്നാണ് കാണിക്കുന്നത്. പിതാവ് നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചതുപോലെ അവൻ്റെ കാലിൽ നല്ല ചെരുപ്പിടിക്കുകയാണ്, അവന് മോതിരം പിടിവിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ നല്ല ആടിനെ അറക്കുവാൻ വേണ്ടി പറയുകയാണ്. സന്തോഷം ആഘോഷിക്കുകയാണ്. എൻ്റെ നഷ്ടപ്പെട്ട പുത്രൻ തിരിച്ച് ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉത്സവം ആചരിക്കുകയാണ് അവിടെ. ആ സത്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. അവൻ ആഗ്രഹിക്കുന്നു അവൻ നന്മ ചെയ്യണമെന്ന്. ഒരു സമയത്ത് നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു, ഇപ്പോൾ അവൻ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്തിന്? അവൻ്റെ നന്മ നമ്മുടെ മുകളിൽ പകരുവാനായിട്ട്. ഈ അവകാശങ്ങൾ മുന്നമേ നിങ്ങൾക്ക് വേണ്ടി മുൻനിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പുത്രൻ അവൻ്റെ അവകാശങ്ങളെല്ലാം വിറ്റിട്ട് ലോകത്തിലേക്ക് പോവുകയാണ്. അവൻ എത്ര നല്ലവനായിരുന്നുവെങ്കിൽ അവൻ അവിടെ അവസാനം ആ പന്നികളുടെ കൂടെ ആയിരിക്കുകയില്ലായിരുന്നു. ഇതുകൊണ്ടാണ് അവൻ തെറ്റായിട്ടുള്ളതിനെ അവൻ നല്ലതായിട്ട് വിചാരിച്ചു. അതുകൊണ്ടാണ് നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അകന്നു പോയത്? ആ പിതാവിൻ്റെ സ്നേഹം അത് അവരിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോയത്. നമുക്ക് ലോകത്തിൽ പോകാൻ സാധിക്കും, തെറ്റിനെ നല്ലതാണെന്ന് പറഞ്ഞ്. പക്ഷെ ഒരു ദിവസം വരും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കും തെറ്റായിട്ടുള്ളത് അത് തെറ്റായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മരണത്തിലേക്കാണ് പോകുന്നത്. ഒരു ദിവസം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരും, എന്നിട്ട് പറയും പിതാവേ അങ്ങ് ശരിയായിരുന്നു എന്ന്. ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിൻ്റെ കയ്യിൽ മാത്രമായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആ സമൃദ്ധിയായുള്ള കൃപ, ആ നീതിയുടെ വരദാനം പ്രാപിച്ചവർ അവരുടെ ജീവിതത്തിൽ വിജയാളികളാവുമെന്ന്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ കയ്യിലൂടെ നമ്മൾ ഭക്ഷിക്കാൻ പഠിക്കുകയാണ്. യെശയ്യാവിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ അവർ ശരിയും തെറ്റിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞത്. തേനും തൈരും കഴിപ്പിച്ചിട്ട് ആ തൈര് അത് പാലിൻ്റെ നിറവാണ്, ആ തേൻ അത് മധുരമുള്ളതാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത്? തെറ്റും ശരിയും കണ്ടിട്ടല്ല. നിങ്ങൾക്ക് അവൻ ഇത്രയധികം നല്ലത് തരും. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തെറ്റായിട്ടുള്ളതിലേക്ക് നമ്മൾ പിന്നെ ആകർഷിക്കപ്പെടുകയില്ല. നമ്മൾ രുചിച്ചറിഞ്ഞു അവൻ എത്ര നല്ലവനാണ് എന്ന്. അവൻ്റെ നന്മ അത് പുറത്തുനിന്നും അകത്തുനിന്നും നല്ലതാണ്, അത് വിശുദ്ധമാണ്, അത് പ്രശംസനീയമാണ്, അത് സത്യത്താൽ നിറഞ്ഞതാണ്, അത് ആദരിക്കപ്പെടുവാൻ യോഗ്യമായതാണ്. ഇതാണ് നന്മയുടെ പിതാവിൻ്റെ കണ്ണിലൂടെയുള്ള പരിഭാഷ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അവൻ നല്ലതാണ് എന്ന്. വചനത്തിലൂടെ. എത്രയധികം നമ്മൾ ആ സത്യത്തിൽ ആ നന്മയെ നമ്മൾ അറിയുന്നുവോ അപ്പോൾ നമുക്ക് ശരിയുടെയും തെറ്റിൻ്റെയും തിരിച്ചറിവിൽ നമ്മൾ ഉണരുവാനിടയാകും. നമ്മൾ നന്മധർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലൂടെയല്ല നമ്മൾ അതറിയുന്നത്, നല്ലതും തെറ്റും. ഒരു മേഖലയിൽ നമ്മൾ അവിടെ ആയിരുന്നു, പക്ഷേ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ആ സത്യത്തിൻ്റെ രാജ്യത്തിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുകയാണ് ആ സത്യത്തിലൂടെ എന്താണ് തെറ്റെന്നും എന്താണ് സത്യം എന്നും പിതാവിൽ നിന്നുള്ളത്.
അതാണെന്ന് നമ്മൾ പഠിച്ചത്. അവൻ ആഗ്രഹിക്കുന്നു, പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ആദം പാപത്തിൽ വീണതും അവിടെ നിന്ന് അവനെ രക്ഷിച്ചതും യേശു ക്രിസ്തു ലോകത്തിൽ വന്നതും ക്രൂശിൽ പോയതും തിരിച്ച് നമ്മളെ ഭവനത്തിലേക്ക് വിളിച്ചതും ആ പിതൃത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതും എന്തിന്? അവൻ്റെ നന്മകൾ, അവൻ്റെ സ്നേഹം നമ്മളിൽ പകരുവാനായിട്ട്, നമ്മുടെയും അവൻ്റെയും സന്തോഷം പൂർണ്ണമാകുവാൻ അവനിൽ, ആ സന്തോഷം നമ്മളിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളെ അവൻ ചിരിക്കുന്നവരായി കാണുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇവരെൻ്റെ പ്രിയ പുത്രനാണെന്ന് പറയുകയാണ്. മുഴുവൻ ലോകവും കാണുവാനിടയായി. എന്നിട്ട് അവരറിയും നമ്മൾ അവൻ്റെ പ്രിയ സന്തതികളാണ് എന്ന്. അവൻ എത്ര നല്ല പിതാവാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ സാത്താൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുക. അവൻ വ്യാജം പറയുന്നവനാണ്. അവനൊരു നല്ല പിതാവിൻ്റെ ചിത്രത്തെ അവൻ തെറ്റായി കാണിക്കുന്നവനാണ്. അതുകൊണ്ട് എത്രയധികം നിങ്ങൾ ബിലവഡിൽ കേൾക്കുന്നുവോ, വചനം കേൾക്കുന്നുവോ, ആ എല്ലാ വ്യാജത്തിൻ്റെ വിത്തുകളെയും പുറത്തു കളയുകയാണ്. സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുകയാണ്. നിങ്ങൾ ആ സത്യത നിലനിൽക്കുന്നതിലൂടെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. വരും, നമുക്ക് ആത്മീയാഗം അർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റു പറയുക, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശു ക്രിസ്തുവേ, അങ്ങൻ്റെ മഹാപുരോഹിതനാണ്. ഈ സമയത്ത് ഞാൻ നന്ദിയുടെ യാഗം അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ആ വളർച്ചയ്ക്കായിട്ട്, ആ അറിവിൻ്റെ വളർച്ച എൻ്റെ പ്രാണനിൽ വന്നത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. Good Father, I thank you that you just want to be good to us. I thank you that your word is good, your word is truth. And Father, we are born of your word. We are born of your goodness. We are born of your truth. And we just rest in it, Father. I just thank you. Our days are good. In Jesus' name. Amen. Okay, new sons, join us.